പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷം ഇവിടെയുള്ള ദൈവമക്കളോടുകൂടി ചേർന്ന് ഇന്ന് നാളെയുമായി ആയിരിക്കാൻ കർത്താവ് അനുവദിച്ച നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ ജി സക്രിയ ഫാമിലി, പാസ്റ്റർ ഷിബു ഫാമിലി, മറ്റെല്ലാ ദൈവമക്കൾക്കും വലിയവനായ ദൈവത്തിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം നിർത്തി അറിയും. ജീവകിരീടവും ജ്യോതിയാം വസ്ത്രവും, ജീവകിരീടവും ജ്യോതിയാം വസ്ത്രവും, നീതിയിൻ ചെങ്കോലും ധരിച്ചു വാഴുവാൻ, നീതിയും ചെങ്കോലും ധരിച്ചു വാഴുവാൻ, മുൾമൂടി ധരിച്ചു നിന്നെയും സഹിച്ചു, മുൾമൂടി ധരിച്ചു നിന്നെയും സഹിച്ചു, മന്നാതി മന്ന നിൻ മാറാത്ത സ്നേഹമേ, മന്നാതി മന്ന നിൻ മാറാത്ത സ്നേഹമേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, വീണ്ടെടുപ്പിൻ ഗാനം പാടും ഞാൻ സിയോനിൽ, വീണ്ടെടുപ്പിൻ ഗാനം പാടും ഞാൻ സിയോനിൽ, വിണ്ഡൂതർക്കും പാടാൻ അസാധ്യമേ അത്, വിണ്ഡൂതർക്കും പാടാൻ അസാധ്യമേ അത്, കാൽവാരിഗിരിയിൽ കാൽകരം തുളച്ച, കാൽവാരിഗിരി തുളച്ച കുഞ്ഞാടം പ്രിയ നിൻ സ്നേഹമെൻ ഗാനമേ, കുഞ്ഞാടം പ്രിയ നിൻ സ്നേഹമെൻ ഗാനമേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല സമയത്തിനായിട്ട് അങ്ങേ വാഴ്ത്തുന്നു. ഒരിക്കൽ കൂടെ അങ്ങയുടെ മക്കളോടുകൂടി ചേർന്ന് ആയിരിക്കാൻ അങ്ങ് അനുവദിച്ച നല്ല സാവകാശത്തിനായി സ്തോത്രം. ഞങ്ങളുടെ മുന്നിൽ സമയം തീർന്നുകൊണ്ടിരിക്കുകയാണല്ലോ കർത്താവേ. സഭയുടെ ഉൽപ്രാപണം നടക്കാൻ പോകുന്ന സമയങ്ങളായിരിക്കാൻ ഞങ്ങൾ ഉയരത്തിലേക്ക് നോക്കി, ഞങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി കരഞ്ഞ് നിലവിളിച്ച് എങ്ങനെങ്കിലും മറുകര കടക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ദൂത് കേൾക്കുന്നവരാരും തള്ളപ്പെട്ടു പോകാനിടയാകില്ലേ. ഈ സഭയിലുള്ള ഒരു വ്യക്തി പോലും തള്ളപ്പെട്ടു പോകില്ലേ. എല്ലാവരും സ്വർഗരാജ്യത്തിലെത്തുവാൻ അവർ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകന്മാരാന്ന ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ബലപ്പെടുത്തണമേ. അങ്ങ് ബലപ്പെടുത്തിയാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ കർത്താവേ. നല്ല ആരോഗ്യം തരണമേ, ഞരമ്പുകളെ ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പൽക്കാലം വരുവാനുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് കൂട്ടി വരുത്തണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.
പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധനായ ദൈവത്തിൻ്റെ നാമം ഇന്ന് പൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ഏതാണ്ട് 1 വർഷത്തോളമായി ഇവിടെ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഒരിക്കലൊരു വലിയൊരു ക്രൂസേഡ് നടക്കുന്നു. അവിടെ ശുശ്രൂഷിച്ച ദേവദാസൻ പറഞ്ഞു, സ്വർഗത്തിൽ പോകാൻ താല്പര്യമുള്ളവരെല്ലാവരും വരാൻ പറഞ്ഞു. സ്വർഗത്തിൽ പോകാൻ താല്പര്യമുള്ളവർ. അത് പിന്നെ എല്ലാവർക്കും താല്പര്യമാണ്. അല്ല അപൂർവം വല്ലതും സുഖമില്ലാത്തവരല്ല അല്ലാതെ പറഞ്ഞു കാണും. എല്ലാവരും ചെന്നു. ആ ഗ്രൗണ്ടിലിരിക്കുന്ന സർവ്വ മനുഷ്യൻ. അപ്പോൾ ആ പാസ്റ്റർ ഞെട്ടിപ്പോയി, ദൈവമേ ഇതെങ്ങനെ നടക്കുക. രണ്ടാമതൊരു ചോദ്യം ചോദിച്ചു, നിങ്ങളിൽ എത്ര പേർക്ക് യേശുവിനെ വേണം? യേശുവേ ഉള്ളൂ വഴി. 3 പേരൊഴിച്ച് എല്ലാം പോയി. അർത്ഥം മനസ്സിലായോ? യേശുവിനെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ യേശു ഇല്ലെങ്കിലോ ആദ്യം പറഞ്ഞ കാര്യം നടക്കത്തില്ല. ഇന്ന് ലോകം മുഴുവനും ഇപ്പോൾ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. അവസാനം വന്നപ്പോൾ 3 പേര് ശേഷിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് യേശുവിനെ വേണം. യേശുവിനെ കൂടാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു തീരുമാനത്തിൽ അവരെത്തി. ഒരു വലിയ സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് ലോകം മൊത്തം നടക്കുക. ദൈവം എന്ന് വെച്ചാൽ വൈകിട്ട് ഞാൻ അതെടുക്കാമെന്ന് ചിന്തിക്കെങ്കിലും ഒന്ന് പറഞ്ഞു പോകുക. എങ്ങും പിടിച്ചാൽ നിൽക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടം ഇവിടെ എത്തിയിരിക്കുക. നമ്മളും നമ്മുടെ കുടുംബങ്ങളും കുഞ്ഞുങ്ങളെ ഓർത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ അത് മാത്രം പോരാ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദേവദാസനായിട്ട് സംസാരിച്ചും പറഞ്ഞു, പ്രേയർ അലോൺ വിൽ നോട്ട് ഡു. പ്രേയർ വേണം, പക്ഷെ അത് പോരാ. മറുകര കടക്കാൻ അത് പോരാ. അതിൻ്റെ കൂടെ കുറേ വിഷയങ്ങൾ വേണ്ടി വരും. ഇന്നത്തെ ക്രിസ്ത്യാനിറ്റി നോക്കിയാൽ, ലോകം മൊത്തം നോക്കിയാൽ, ഭൂരിപക്ഷവും അവർക്ക് ദൈവമായിട്ട് ഒരു ബന്ധവുമില്ല. എന്നാൽ പള്ളി പോകുന്നുണ്ടോ? ബൈബിളുണ്ടോ? ഉണ്ട്. പാടുന്നുണ്ടോ? എല്ലാം ഉണ്ട്. പക്ഷേ ഹൃദയത്തിൽ നിന്നും ദൈവമായിട്ട് ഒരു ബന്ധവുമാവില്ല. അവർ വെട്ടിക്കും, തട്ടിക്കും, മുടിക്കും, കൊല ചെയ്യും, ബോംബിടും, എല്ലാം ചെയ്യും. പേരോ ബൈബിളിലെ പേരുകളും. എന്നാൽ ഒരു ചെറിയ പേഴ്സൻറ്റേജ് ഉണ്ട്, അവർക്ക് ദൈവവചനവും ദൈവം എന്ന് പറഞ്ഞ ജീവനാണ്. അത് വിട്ട് അവരൊന്നിനും പോകത്തില്ല. അവരുടെ സകല വിഷയത്തിലും ദൈവം ഒന്നാമതായിരിക്കും. അങ്ങനെ ഒരു ചെറിയ കൂട്ടം ഇന്ന് ലോകത്തുണ്ട്. ഒരു കണക്ക് പറയാം, യേശു പറഞ്ഞ കണക്കാണ്. ഒരു പക്ഷെ ആ നിലയിൽ ചിന്തിക്കാൻ സാധ്യതയില്ല. ഞാനും കഴിഞ്ഞ കുറച്ചാൾ മുമ്പ് അതിനെപ്പറ്റി ചിന്തിച്ചത്. കർത്താവ് പറഞ്ഞു, 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാൽ. എന്താ ഈ 2 or 3 പേര്? 100 or 50 or 1000 പറയായിരുന്നല്ലോ. അവസാനം ഇത് വരുമ്പോൾ, കണക്ക് വരുമ്പം, പണ്ടൊരാൾ CA പഠിക്കാൻ പോയവരിക്കും 104 പേരുണ്ടായിരുന്നു, ലാസ്റ്റിൽ 4 പേര്. അപ്പോൾ നമ്മൾ ഫുൾ എഫേർട്ട് കൊടുത്ത് അപ്പുറത്ത് കയറണം. ഫുൾ എഫേർട്ട് കൊടുത്ത് അപ്പുറത്ത് കയറണം. ഒരു കാരണവശാലും ഒരു കോംപ്രമൈസിനും പോകരുത്. ഈവൻ ടു ദ പോയിന്റ് ഓഫ് ഡെത്ത്. ക്രിസ്തു നിമിത്തം ഒരാൾ മരിക്കേണ്ടി വന്നാലും നിത്യജീവൻ ഓർത്തുകൊണ്ട്, കർത്താവിനെ ഓർത്തുകൊണ്ട്, ദാറ്റ് ഈസ് യുവർ ഫൈനൽ ബാറ്റിൽ. യു ഹാവ് ടു വിൻ. അവിടെ തോറ്റുപോയാൽ പോയി, ജയിക്കാൻ പറ്റത്തില്ല. ജയിക്കണം. ഈസിയല്ല. അതിന് പരിശുദ്ധാത്മാവിന്റെ സഹായം വളരെ ആവശ്യമാണ്. ഇതൊരു പ്രാർത്ഥനയാണല്ലോ, പ്രത്യേകിച്ച് ഫാസ്റ്റിംഗ് പ്രേയറാ. അതിന് പറ്റിയൊരു മെസ്സേജ് ഞാൻ രാവിലെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. വൈകിട്ട് മറ്റൊരു വിഷയം. അപ്പം ഇന്നും നാളെയുമായിട്ട് അത്യാവശ്യം നമ്മൾ ഈ അവസാന സമയങ്ങളാണ്. നമ്മൾ 2025, 26, 27, 28, 29 വളരെ ശ്രദ്ധിച്ചോണം. എനി ടൈം കാഹളം ധ്വനിക്കും. ഏത്
നിമിഷവും കാഹളം ത്വരിക്കാനുള്ള എല്ലാ സാധ്യതയിലേക്കും വിഷയം എത്തിയിരിക്കുക. പല വിഷയങ്ങൾ കൂട്ടി പഠിക്കുമ്പോൾ, കർത്താവ് പറഞ്ഞ പ്രവചന വിഷയങ്ങൾ ചേർത്ത് പഠിക്കുമ്പോൾ സമയം ആയെന്നുള്ള ഒരു മെസ്സേജാണ് കിട്ടുന്നത്. സ്തോത്രം. അപ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതെല്ലാം ക്ലീൻ ചെയ്യണം. വേണ്ട വേണ്ട വേണ്ട, കുഴപ്പമില്ല. ഇപ്പം ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഒത്തിരി മെസ്സേജ് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുക. എവിടെ തുറണമെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ചിലത് ഷെയർ ചെയ്യാം. നിങ്ങൾ അവരവർക്കുള്ളത് അവരവരെടുക്കുക. എന്നെ ഒത്തിരി ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗമാണ് 2 Chronicles 7:40. അത് നമ്മുടെ ലൈഫിൽ എന്നും അത് ഓർക്കുക, അത് ഉരുവിടുക, അത് അപ്ലൈ ചെയ്യുക. 2 ദിനവൃത്താന്തം 7:14. അതിൻ്റെ മുകളിൽ ശലോമോനോട് ദൈവം സംസാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് 7:14 എന്ന് വായിക്കാം. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. അപ്പം അവിടെ നിന്ന് ശ്രദ്ധിക്കുക. അതിന് മുകളിൽ പല കാര്യമുണ്ട്, പക്ഷെ ഇതാണ് കാതലായ കീവേഴ്സ്. ഇത് പുതിയ നിയമത്തിൽ ആപ്ലിക്കബിൾ. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം. ഇപ്പൊ ഉപവാസ പ്രാർത്ഥന എന്തിനാ? വണ്ടി ഷെട്ടി കയറ്റുന്നു, ക്ലീൻ ചെയ്യാൻ പോവാൻ. ഇത്രയും നാൾ ഓടി, ഹൈവേ കൂടെ ഓടി, സബ്വേ കൂടെ ഓടി, കടലിൽ കൂടെ ഓടി, എല്ലാം ഓടി. ദൈവസന്നിധിയിൽ ഗാരേജിലോട്ട് കെട്ടിയിരിക്കുക. എവിടൊക്കെ അഴുക്കുകൾ കയറിയിട്ടുണ്ടോ ഇതിനെല്ലാം ക്ലീൻ ചെയ്യണം. ചെയ്തേ പറ്റൂ, അല്ലാണ്ട് നിവൃത്തിയില്ല, ഒരു നിവൃത്തിയില്ല. പറയുന്ന വാക്കുകൾ, അതായത് 2 Peter 3:10 തോന്നുന്നു പറഞ്ഞിരിക്കുന്ന, കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പുടനെ താഴെ വരുമ്പോൾ നിങ്ങൾ എത്ര ഭക്തിയുള്ളവരായി, ഒരു പദമുണ്ട്, പക്ഷെ അവിടെ ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്ന ഹോളി കോൺവെർസേഷൻ എന്നൊരു പദമുണ്ട്. ആ വാക്യം ഓർമ്മയുണ്ടോ? 12. നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുമുള്ളവരായിരിക്കണം. ഇൻ ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ ജീവിതം കറക്റ്റാണ്. ഇംഗ്ലീഷ് പറഞ്ഞത് ഹോളി കോൺവെർസേഷൻ. നമ്മുടെ സംസാരം ഹോളി ആയിരിക്കണം. പരിശുദ്ധനായ ദൈവത്തിന് അൺഹോളി കേൾക്കാൻ താല്പര്യമില്ല. പരിശുദ്ധനായ ദൈവത്തിന് തൻ്റെ സ്റ്റാൻഡേർഡിൽ നിന്ന് താപ്പോട്ട് വരാൻ കഴിയത്തില്ല. തൻ്റെ സ്വഭാവം മാറ്റാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ തോട്ടത്തിലെ ഏറ്റവും മനോഹരമായ പുഷ്പത്തിൻ്റെ പേരാണ് ഹ്യൂമിലിറ്റി. ഒരു ദേവദാസൻ പറഞ്ഞൊരു മർമ്മമാണ് ബീയിങ് ഹംബിൾ. അതൊരു കൃപയാണ്. അതുണ്ടെങ്കിൽ അടഞ്ഞു പോയ വഴികൾ തുറന്നു വരും. അതൊന്നുണ്ടെങ്കിൽ ഒത്തിരി വഴികൾ, എനിക്കറിയത്തില്ല, ഓട്ടോമാറ്റിക്കലി. കാരണം ആ മനുഷ്യന് ഹ്യൂമിലിറ്റി ഭയങ്കര. ചിലരെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഉള്ളു കയറി വന്നാൽ ഇല്ലാത്ത കാര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ തോന്നും. ഒന്ന് സംസാരിച്ചാൽ മതി, നമ്മൾ ചാർജ് ആവും. അത് ഒരു ഡിവൈൻ നേച്ചറിന്റെ ഭാഗമാണ് ഹ്യൂമിലിറ്റി. ഹ്യൂമിലിറ്റി കർത്താവ് അത് ലോകത്തിന് കാണിച്ചു കൊടുത്ത വലിയ പാഠം. എന്തൊക്കെ ഉണ്ടെങ്കിലും ഹംബിളായിട്ട് നമുക്കൊന്ന് ജീവിക്കാൻ പറ്റിയാൽ വിഷയങ്ങൾ ഭംഗിയായിട്ട് കർത്താവ് മുന്നോട്ട് പോകും. ഇനി യോബിനെ പോലുള്ള പ്രശ്നം കയറി വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളത് ദൈവസന്നിധിയിൽ സമർപ്പിച്ചേ പറ്റൂ. അല്ലാതുള്ള ഇഷ്യൂസിൽ ഒരു സ്മൂത്ത് സെയിലിംഗ് ഒരുവിധമൊക്കെ കിട്ടണമെങ്കിൽ ഈ ഒരു ആദ്യത്തെ കടമ്പ കടക്കണം. അതിന് പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുവിൻ. എന്തൊക്കെ ഉണ്ടെങ്കിലും മാനസാന്തരമില്ലെങ്കിൽ ഒരു പ്രയോജനമില്ലെന്നുള്ളത്. ഈ മാനസാന്തരപ്പെടാതെ സ്നാനപ്പെട്ടാൽ ആ വ്യക്തി കുറച്ചു കഴിയുമ്പോൾ സഭയിൽ ജഡികനായിത്തീരും. പിന്നെ ആ മനുഷ്യൻ പ്രാകൃതനായിത്തീരും. മാനസാന്തരത്തിന്റെ ഇമ്പോർട്ടൻസ് അത്ര ഭയങ്കരമാണ്. എന്നും നമ്മൾ റിപ്പന്റ് ചെയ്യണം. തെറ്റുകൾ കണ്ടമാനോ വരുന്നത്. ഓഫീസിൽ പോകുന്നു, ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നു, കാണാൻ പാടില്ലാത്തത് കാണുന്നു, സംസാരിക്കാൻ പാടില്ലാത്തത് സംസാരിക്കുന്നു, ചെയ്യുന്നു. നമ്മൾ എന്നും ദൈവമായിട്ട് ആ സ്റ്റാൻഡേർഡിൽ, ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ നമ്മൾ എത്തണം. ചുരുക്കം ലോകത്തിൻ്റെ
വീക്ഷണമല്ല, കേരളവും ഇന്ത്യയുമല്ല, അമേരിക്കയുമല്ല, ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ ഒരു ദൈവ പൈതലെത്തണം. സ്തോത്രം. എന്നിട്ട് ക്രിസ്തുവായിട്ട് കമ്പയർ ചെയ്ത് നോക്കണം, ഞാൻ വളർന്നോ. ഒരിക്കൽ പറഞ്ഞു പോകട്ടെ, ശിഷ്യന്മാരെ വിളിച്ചിട്ട് കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്തു പറയുന്നു മനുഷ്യപുത്രനെ പറ്റി? ഒരു ഇവാലുവേഷൻ നമ്മൾ എന്നും നടത്തണം. ആരുവാട്ടാ? കുമ്പനാട്ടുപാട്ടല്ല, മുളക്കടയുമല്ല, പുനലൂരുമല്ല, ദൈവമായിട്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കണം. ഞാൻ യേശുവിൻ്റെ എത്രത്തോളം എത്തി? ആ ക്വാളിറ്റി, ആ സ്വഭാവം, യേശുവിൻ്റെ സംസാരം, പ്രവൃത്തി. പക്ഷേ ഇന്നത്തെ ഈ തലമുറയിൽ പെട്ടുപോയൊരു വിഷയം കയ്യടിയും പ്രാർത്ഥനയുള്ളൂ. ഇമോഷൻസ് അതിൽ വഴിതെറ്റിച്ചു വിട്ടു. അല്പം അതിട്ടിട്ട് ബാക്കി കുറേ കള്ളത്തരങ്ങൾ പിശാച് അങ്ങ് ചേർത്തു. ഏദൻ തോട്ടത്തിൽ സംഭവിച്ച പോലെ. ഇന്നും സാത്താൻ എന്ത് കൊടുക്കുന്നുണ്ട്? പഴം കൊടുക്കുന്നുണ്ട്. ആളുകൾ അത് വാങ്ങിച്ച് കഴിക്കുന്നുമുണ്ട്. എന്നിട്ട് പറയും, സർവശക്തൻ എനിക്ക് വലിയവ ചെയ്തെന്ന് പറയും. ദൈവമക്കളെ, എല്ലാം കർത്താവും വചനവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണം. നമ്മുടെ ലൈഫിൻ്റെ വളർച്ച എവിടെ എത്തി? ഇത്രയും വർഷം ഞാൻ ഭൂമി ജീവിച്ചു. കഴിഞ്ഞ അങ്ങേ ആഴ്ച ഗുഡ് ഫ്രൈഡേ ആയിരുന്നല്ലോ, ഞാൻ ആയിരുന്ന സഭയിൽ പറഞ്ഞു, കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചിരുത്തി പെസഹ ഭക്ഷിച്ചു. അതിൻ്റെ റിഫോംഡ് വേഷനാണ് നമ്മുടെ കർത്താവിൻ്റെ വേഷം. അതിനെ ലോകം വിളിക്കുന്നു അന്ത്യത്താഴം. കർത്താവ് അന്ത്യത്താഴം കഴിച്ചിട്ട് ശിഷ്യന്മാരുമായി പാട്ടുപാടി കെദ്രോൻ വാലിക്കൂടെ കയറി ഗെത്സമന തോട്ടത്തിലേക്ക്. അന്ത്യത്താഴം ആര് കഴിച്ചു? യേശു കഴിച്ചു. ദാറ്റ് മീൻസ് നമുക്ക് എന്തുണ്ട്? ഒരന്ത്യത്താഴമുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ലോകം വിടുക. ഇനി എങ്ങോട്ട് പോകും എന്നുള്ളതാ പ്രശ്നം. അതാണ് നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടത്. ജോലി കിട്ടിയാലും ഇല്ലെങ്കിലും, ഇന്ന വിഷയങ്ങൾ നടന്നാലും ഇല്ലെങ്കിലും, ആ ഒരു വിഷയം നിങ്ങൾ മിസ് ഔട്ട് ആകരുത്. എന്നും കർത്താവിൻ്റെ കൂടെ ചേർന്ന് നടക്കുക. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ നുകം മൃദുവും എൻ്റെ ഭാരം ലഘുവുമാകുന്നു. ആ നുകത്തിൻ്റെ കീഴിൽ തലയൊന്ന് താത്തു കൊടുത്താൽ കർത്താവ് നമ്മളെയും കൊണ്ടുപോകും. പക്ഷെ പ്രശ്നം, ഇച്ചിരി എന്തെങ്കിലും കിട്ടുമ്പോഴത്തേക്കും നമ്മൾ അറിയാതെ അങ്ങ് പൊങ്ങിപ്പോകും. ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ട്. പിശാചിനറിയാം നമ്മൾ എവിടെ കൊണ്ട് തള്ളിയിടണം. ഞാനൊരിക്കൽ ഒരു ഹീബ്രു ചരിത്രത്തിൽ വായിക്കുകയുണ്ടായി, ഹവ്വ മരിക്കുന്നത് വരെ ഹവ്വ കരച്ചിലായിരുന്നു. ഞാനത് വായിച്ച് ഞാനും കരഞ്ഞുപോയി. സൗരന്മാർ ശ്രദ്ധിക്കുന്നുണ്ടോ? പറുദീസയിൽ ദൈവത്തിൻ്റെ തേജസ് ഉടുത്തിരുന്ന ഹവ്വായും ആദാം ചെയ്യരുതെന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്ത് അനുസരണക്കേടിൻ്റെ ഫലം. ദൈവം പറഞ്ഞു, ഇറങ്ങാൻ പറഞ്ഞു. എന്തോ ബാങ് ആയിരുന്നത്, എന്തോ ആജ്ഞയായിരുന്നു, ഗർജനമായിരുന്നു. തോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ടു. ഇന്ന് ഒരു ജോലി ഉണ്ടെങ്കിൽ കമ്പനിക്കാർ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടാൽ ഉണ്ടാകുന്ന മാനസികാവസ്ഥ ചെറുതല്ല. ഞാൻ ഗൾഫിലായിരുന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. കരഞ്ഞോണ്ട സ്റ്റാഫുകൾ ഇറങ്ങിയപ്പോൾ അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ആദാം എന്തുമാത്രം കരഞ്ഞ. ഇറക്കി വിടുക. ഹവ്വ വിട്ട് കരഞ്ഞു, കർത്താവേ ഇത് ഇത്ര ദോഷമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പോഴത്തേക്കും ചെയ്തു കഴിഞ്ഞു. ഇന്ന് കേരളത്തിൽ മയക്കുമരുന്ന് ശരിക്കും നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിച്ചോ. തായ്ലൻഡിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോ പാഴ്സലുകൾ വരുമ്പോൾ ശ്രദ്ധിച്ചോണം, ഇതിൻ്റെ കൂടെ ഈ സാധനം ഫ്രീ ആയിട്ട് വരും. പിശാച് ലോകം മുഴുവൻ അധീനതയിൽ ഒതുക്കുക. അവിടുന്ന് ഇറക്കി വിട്ടു. അതുവരെ വെയിൽ കൊള്ളണ്ട, അതുവരെ ദാഹമില്ല, നല്ല ഫ്രൂട്ട്സ്, പറുദീസയിലെ ജീവിതം, എന്നും ദൈവത്തെ കാണാം. കർത്താവ് ഇറങ്ങി വരും കാണാൻ. ഇതെല്ലാം ഒരു ആക്ട് ഓഫ് ഡിസൊബീഡിയൻസിൽ കൂടെ കയ്യിൽ പോയി.
എന്നിട്ട് പോയി, കർത്താവേ വയറ് വിശക്കുന്നു, കുഴിച്ചോ, കുഴിച്ച് ചേനയിട്, കപ്പയിട്ടോ, മുന്തിരി നട്. കുഴഞ്ഞു, വെയിലടിക്കാൻ തുടങ്ങി. ചിന്തിക്കണം, ആപ്പൻ്റെയും അമ്മയുടെയും ദുഃഖം എത്ര ഭയങ്കരമായിരുന്നു. ഇതുപോലാണ് ദൈവമക്കളെ ഭാവിയിൽ നിത്യജീവൻ നഷ്ടമാകുന്നവരുടെ ഗതികേട്. അതിൻ്റെ കൂടെ കമ്പയർ ചെയ്ത് നമ്മൾ സ്റ്റഡി ചെയ്ത് പഠിച്ച്, എൻ്റെ ദൈവമേ, എനിക്കും ഞാൻ കൂടുന്ന സഭയിലുള്ള ഒരു വ്യക്തിക്കും ഇത് സംഭവിക്കല്ലേ. ഒത്തിരി പ്രാർത്ഥിക്കണം. കാരണം തെറ്റിപ്പോകാൻ സാധ്യത കൂടുതലാണ്. ഇങ്ങനെ പറയും, തിന്മ പരത്താൻ ഒന്നും ചെയ്യണ്ട, കൈയും കെട്ടിയിരുന്നാൽ മതി, ലോകം മൊത്തം തിന്മ വരണം. ഒരു നന്മ ഒരാളുടെ തലമണ്ടയിൽ ഒന്ന് കയറ്റണമെങ്കിൽ എത്ര വർഷം കരയണം. കൗൺസിലിംഗ് പറഞ്ഞു കൊടുത്താലും എടുക്കത്തില്ല, ശ്രദ്ധിക്കത്തില്ല. എന്താ കാര്യം? പിശാചിൻ്റെ പോരിൽ ആ വ്യക്തിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ നാമത്താൽ വിളിക്കപ്പെടുന്ന ജനം തങ്ങളെ തന്നെ താഴ്ത്താൻ പറ്റിയാൽ ഒത്തിരി വിടുതല. എന്ത് സുഖമായിട്ട് കിടന്നുറങ്ങാം, എന്ത് സുഖമായിട്ട് കിടന്നുറങ്ങാം. തർക്കമില്ല, വാദമില്ല, വെട്ടില്ല, കുത്തില്ല, ഒരു പ്രശ്നവുമില്ല. താണാ മാത്രം മതി. എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുവനുമായ യേശുവിനെ മാത്രം, ഒന്നും കൂടെ പറയട്ടെ, ബിലിഗ്രഹാമിനെ നോക്കരുത്, പൗലോസിനെയോ പത്രോസിനെയോ നോക്കരുത്. ഇവരൊക്കെ മനുഷ്യരാ. ഇവരുടെയൊക്കെ മെസ്സേജുകൾ പലതും കേട്ടു, പലതും ഇന്നത്തെ കാലഘട്ടത്തിൽ തെളിഞ്ഞു വന്ന വിഷയത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്തു പറ്റണം? നേരെ യേശുവിന്റെ മുഖത്തേക്ക് നോക്കണം. കർത്താവേ, അങ്ങെന്തു പറയുന്നു? യു വിൽ ഗെറ്റ് ദി ആൻസർ. യേശുവിൽ ഉണ്ടെങ്കിൽ അതെടുക്കാം, ഇല്ലെങ്കിൽ അതങ്ങ് മാറ്റി വെക്കാം. യേശുവാണ് നമ്മുടെ റോൾ മോഡൽ, ബൈബിളാണ് നമ്മുടെ സിലബസ്. പിൻപറ്റുവാൻ ഒരൊറ്റ വ്യക്തിയെ നമുക്ക് നമ്മുടെ മുന്നിലുള്ളൂ. സ്തോത്രം. എൻ്റെ താപ്പോട്ട് പോകുമ്പോൾ, തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച്, പിന്നെ പറയുന്നു, എൻ്റെ മുഖം അന്വേഷിക്കുക. ദൈവസന്നിധിയിലേക്ക് നമ്മൾ അടുത്ത് വരുമ്പോൾ നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് നമ്മൾ ദൈവത്തോട് ക്ഷമ ചോദിക്കണം. കർത്താവേ, തെറ്റ് പറ്റിപ്പോയി, എങ്ങനെ ഇത് പരിഹരിക്കാൻ പറ്റും? പണ്ട് ഞാൻ കോയമ്പത്തൂരായിരുന്നപ്പോൾ ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, അച്ചായ, ഞാൻ ഒരു വ്യക്തിയുടെ ഇന്ന് 10 ലക്ഷം രൂപ കടം വാങ്ങിച്ചു. ആ പുള്ളി കൊടുക്കുകയും ചെയ്തു. ഇത് എങ്ങനെ കൊടുത്തു 10 ലക്ഷം? ആര് കൊടുക്കും? ഉണ്ടെങ്കിൽ കൊടുക്കുമോ 10 ലക്ഷം? ഈ പുള്ളി കൊണ്ടു കൊടുക്കും. കൊടുത്തത് പുള്ളിക്ക് വിനയായി. മറ്റേ പുള്ളി ഇത് അടിച്ചു തീർത്തു. അന്ന് പുള്ളി വിശ്വാസത്തിലോട്ട് വരുന്നേ ഉള്ളൂ. പൈസ ഇദ്ദേഹത്തിനും പോയി, അദ്ദേഹത്തിനും പോയി. കൊടുത്ത ആള് സഭ വിട്ടു പോവുകയും ചെയ്യും. കാരണം തിരിച്ചു കിട്ടിയില്ല. പെടുന്ന ഓരോ വെട്ടുകളാണ് ഞാൻ പറഞ്ഞത്, ഓരോ ട്രാപ്പിൽ പോയി ചാടുന്നതാ. അദ്ദേഹം പറയുക, അച്ചായ, ഞാൻ എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ല, എനിക്കിന്ന് നല്ല ജോലിയില്ല, ബിസിനസ് എല്ലാം പോയി, ഞാൻ ദൈവത്തോടും ഇവരോട് എന്തോ ചെയ്യും, എന്തോ പറയും. ഞാൻ പറഞ്ഞു, ബ്രദറെ, എൻ്റെ ചിന്തയിൽ ഒറ്റ ഇതേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് ഈ വിഷയം യേശുവിനെ അറിയിക്കണം. നമ്പർ 2, നിങ്ങൾ ശരിക്കും മാനസാന്തരപ്പെടണം. മാനസാന്തരം ഇല്ലാത്തതിൻ്റെ പ്രശ്നമായി സംഭവിച്ചത്. മാനസാന്തരത്തെ ചെറിയൊരു വിഷയമായിട്ട് കാണരുത്. ഇന്ന് ഒത്തിരി അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും നഷ്ടമായ ഡിവൈൻ ക്വാളിറ്റി അത് നഷ്ടമായി. 2 തെസ്സലോനിയൻസ് അങ്ങോട്ട് പോകണ്ട, 2 പറയുന്നു, പൗലോസ് പറയുന്നു, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കും. യേശു പറഞ്ഞു, മനുഷ്യപുത്രന്റെ വരവിൽ വിശ്വാസം കണ്ടെത്തപ്പെടും. കാണത്തില്ല. ആഗ്രഹമുണ്ട്, പക്ഷേ ആൾക്കാർക്ക് വേണ്ട, ആൾക്കാർക്കത് വേണ്ട. അങ്ങനെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയണം. ഉപവാസ പ്രാർത്ഥനയാണല്ലോ. ദുർമാർഗങ്ങളെ വിട്ട് തിരിഞ്ഞ് പിന്നെ കർത്താവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കാം. കാരണം ഇതൊക്കെ വെച്ചുകൊണ്ട് മുകളിലോട്ട് നോക്കിയാൽ ആൻസർ കിട്ടത്തില്ല. കർത്താവ് പറയും, ആദ്യം പോയി ക്ലിയർ ചെയ്യാൻ പറയും, എന്നിട്ട് എൻ്റെ അടുത്ത് വാ. ഞാൻ നിങ്ങളോട് സത്യ പറയുന്നത് കേട്ടോ, ഞാൻ പറയത്തില്ല. എനിക്ക് പേടിയാ, അവിടെ മോളിൽ നിന്ന് എനിക്ക് അടി വരും. എന്നിട്ട്
നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞാൻ ഉൾപ്പെടെ, എങ്കിൽ ദൈവം കേൾക്കും. ദൈവത്തിൻ്റെ വഴി അനുസരിച്ച്, ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ചുള്ള മറുപടി കിട്ടും. അല്ലാതെ നമ്മുടെ പ്ലാനും വഴിയല്ല. പൗലോസ് ഒരിക്കൽ പ്രാർത്ഥിച്ചു തൻ്റെ വേദന ഒന്ന് മാറ്റിക്കിട്ടാൻ. സാത്താൻ തന്നെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. കർത്താവെ ഒക്കുമെങ്കിൽ ഇതൊന്ന് മാറ്റണേ എന്ന് താൻ 2 പ്രാവശ്യം അപേക്ഷിച്ചു. കർത്താവ് പറഞ്ഞു, കുഞ്ഞേ പൗലോസേ, മോനെ, ഞാനിത് മാറ്റത്തില്ല, ഇതിരിക്കട്ടെ. ഇത് ഞാൻ മാറ്റിയാൽ എനിക്ക് നിന്നെ സ്വർഗത്തിൽ കാണാൻ പറ്റത്തില്ല. മനസ്സിലായോ തോത്? അതുകൊണ്ട് എല്ലാ വേദനയും മാറ്റാൻ പറയരുത്. ചിലത് ദൈവം നമ്മുടെ നന്മയ്ക്ക് തരും. അതുണ്ടെങ്കിലേ നമ്മൾ ഹമ്പിളാകത്തുള്ളൂ, ഒന്ന് താഴാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. എല്ലാം അങ്ങ് ഹൈഫൈ ആയ. ഞാൻ ചിലപ്പോൾ ഓർക്കും, കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞാൻ പറഞ്ഞോന്ന് അറിയത്തില്ല, 1970s ഞാൻ പണ്ട് കേട്ടത്, ഞാൻ പിന്നെ ഈ അടുത്തിടയ്ക്ക് ഗൂഗിളിൽ കണ്ടായിരുന്നു കിടക്കുന്നത്. ഈ നോർത്ത് ഇന്ത്യൻ ഫിലിം സ്റ്റാർ ആയിരുന്നു ദിലീപ് കുമാർ എന്നൊരാളുണ്ട്. പുള്ളി ഫ്ലൈറ്റിൽ കയറിയിരുന്നു. അപ്പം ആ ഫ്ലൈറ്റിലുള്ളവരൊക്കെ ഇദ്ദേഹത്തിൻ്റെ സൂട്ടെ തൊടുന്നു, കയ്യെ തൊടുന്നു, കൈ പിടിച്ച് ഉമ്മ വെക്കുന്നു, ആൾക്കാരൊക്കെ ചുറ്റും. ഇദ്ദേഹം എന്ത് ചെയ്തു? ഇതിൻ്റെ പിന്നിലുള്ള ഫോഴ്സ് എന്തുവാ? ഈ ഹോളി സ്പിരിറ്റ് അല്ല. പുള്ളി അങ്ങ് പൊങ്ങുക. പുള്ളി ചെയറിലിരുന്നു. ഞാനിത് ബൈബിൾ സ്കൂളിന് ഗ്രാജുവേഷനൊക്കെ പറയാറുണ്ട്. അടുത്തിരുന്നത് പ്രായമുള്ളൊരു മനുഷ്യനാണ്. പുള്ളി ഇത് നോക്കുന്ന പോലുമില്ല. പുള്ളി ന്യൂസ് പേപ്പറും വായിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇദ്ദേഹത്തിന് തോന്നി, ഇദ്ദേഹത്തിന് ഇനി എന്നെ അറിയത്തില്ലയോ? മറ്റുള്ളവർക്കെല്ലാം അറിയാം, ഈ പ്രായമുള്ള ആൾക്ക് എന്നെ അറിയത്തില്ലയോ? ഇതെങ്ങനെ പറ്റി? അപ്പോൾ ഇദ്ദേഹം പിന്നെ നോക്കുന്നു, ഒരനക്കമില്ല. അവസാനം ശ്വാസം മുട്ടി ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ദിലീപ് കുമാറാണ്, ഹിന്ദിയിലെ ഫിലിം ആക്ടറാണ്. ഓ, വെരി ഗുഡ്, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഈ പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസും ഇല്ല. ഏതായാലും സഹിച്ച് പുള്ളി വിഷമിച്ച് അവിടെ ഇരുന്നു. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് പോകാൻ നേരം ഈ പ്രായമുള്ള ആൾ എഴുന്നേറ്റ് കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഐ ആം ജെ.ആർ.ഡി. ടാറ്റ. പോയിന്റ് കിട്ടിയോ? എൻ്റെ പൊന്നെ, ഞാനിത് പണ്ട് വായിച്ചതാ. പണ്ടൊക്കെ ഞാൻ ഈ ബോംബെ സാന്റാക്രൂസ് ഭാഗത്തൊക്കെ പോകുമ്പോൾ ഞാനിത് ഓർക്കും, ജെ.ആർ.ഡി. പറഞ്ഞത്, ഐ ആം ജെ.ആർ.ഡി. ടാറ്റ. ദിലീപ് കുമാർ പറഞ്ഞു, ചിലപ്പം അടുത്തിരിക്കുന്ന ആൾ റിവീൽ ചെയ്യത്തില്ല ഹൂ ഈസ്. ഹി മേ ബി എ വെരി ഹൈ പേഴ്സൺ ദാൻ യു. അന്ന് ആ ഇൻസിഡന്റിൽ കൂടെ ഞാൻ പഠിച്ചു, വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ബി ഹംബിൾ ആൻഡ് വാട്ട് ഇസ് ഹ്യൂമിലിറ്റി. എൻ്റെ ബോൺ എന്ത് ക്രഷായി പോയെന്ന് പറഞ്ഞു. ഒറ്റ പിടിയിലും ആ സ്റ്റേറ്റ്മെന്റിലും. ഒരു മനുഷ്യന്റെ മുന്നിൽ ഇദ്ദേഹം ഉരുകിപ്പോയെങ്കിൽ, ഇമാജിൻ സർവശക്തനായ ദൈവം, ഇൻവിസിബിൾ ഗോഡിന്റെ മുന്നിൽ സ്വർഗം തികയുന്നില്ല. കോടാനുകോടി ദൈവദൂതന്മാർ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഇനിയും ഉണ്ടാകും. ഈ വലിയവനായ ദൈവത്തിൻ്റെ മുമ്പിൽ വെറും പൊടി പോലും ഇല്ലാത്ത ഞാൻ എന്നെ തന്നെ പറയാ, എന്തുമാത്രം താഴാൻ പറ്റും. താഴാൻ പറ്റിയാലോ ഒത്തിരി തലവേദന നമ്മളെ വിട്ടുപോകും. തിരമാല വരിക, താളം കൊടുത്ത തലയുടെ മോളിൽ കൂടെ പോകും. നേരെ നിന്നാ നമ്മുടെ കണ്ണിലും മൂക്കിലും എല്ലാം കയറി ഇതടിക്കും. താഴാൻ പറ്റിയാൽ ദൈവം കാണും, കൊള്ളാം, എൻ്റെ കുഞ്ഞ ഇനി വരാൻ പറയും. പഴയ നിയമത്തിൽ ഹാബേലിനെ കായിൻ കൊന്നപ്പോ അന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് കായിനെ വിളിച്ചിട്ട് ദൈവം പറഞ്ഞു, നിന്റെ അനുജൻ എവിടെ? അവൻ്റെ രക്തം എന്നോട് നിലവിളിക്കുന്നു. അന്നത്തെ പ്രമാണം അനുസരിച്ച് he was crying for vengeance. പ്രതികാരത്തിന് വേണ്ടി ഹാബേൽ നിലവിളിച്ചു, ദൈവമേ, എൻ്റെ അച്ചാച്ചൻ എന്നെ കൊന്നു എന്ന് ചോദിക്കണം. പുതിയ നിയമത്തിൽ വന്നപ്പോൾ പുതിയ നിയമത്തിൻ്റെ ഹാബേലായ സ്തെഫാനോസിനെ എറിഞ്ഞു കൊല്ലുമ്പോൾ പുള്ളി അങ്ങ് താണ് കൊടുത്തിട്ട് പറഞ്ഞു, കർത്താവേ, ഇവരോട് ക്ഷമിക്കണം. ഉടനെ എന്തു പറ്റി? സ്വർഗം തുറന്നു. ഭയങ്കര ഇൻസിഡൻ്റാ ദൈവമക്കളെ. അത് നല്ലവണ്ണം പഠിക്കണ്ടേ. ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ സ്വർഗം തുറന്നിട്ട്
പിതാവിൻ്റെ വലത്തുഭാഗത്ത് പുത്രൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പുതിയ നിയമസഭയുടെ ആദ്യത്തെ രക്തസാക്ഷ്യം സ്വീകരിക്കുന്നു. എൻ്റെ പൊന്നുമോനെ കയറി വരാൻ പറഞ്ഞു. ദൈവമക്കളെ, ഭയങ്കര പഠനമാണത്. ടു ബി ഹംബിൾ. നിങ്ങൾ വീട്ടിൽ പോയി ചിന്തിച്ച് മനസ്സിലാക്കി. ഇതിൻ്റെ ഏറ്റവും നല്ല പിക്ചർ നമ്മുടെ കർത്താവാണ്. മറ്റെല്ലാം കർത്താവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. കർത്താവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമുക്ക് താപ്പോട്ട് പോകാം. അപ്പോൾ അങ്ങനെ താഴ്ത്തി ദുർമാർഗങ്ങളെ വിട്ടു തിരിഞ്ഞ് ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ചിട്ട് പ്രാർത്ഥിച്ചാൽ, ഇത്രയും പ്രോസസ് ആകണം. ആരാധനയാകട്ടെ, every prayer should include repentance. എല്ലാ പ്രാർത്ഥനയിലും പാട്ടിലും എല്ലാ ആത്മീയ വിഷയത്തിലും എല്ലാത്തിലും ഈ വിഷയം നിറഞ്ഞു നിൽക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് ഇങ്ങനൊരു വിഷയം കടക്കുകയാണെങ്കിൽ സ്വർഗത്തിന് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. അതിന് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ദുഷ്ടനോട് എതിർക്കരുത്. ഒരുപക്ഷെ നീതി നിങ്ങളുടെ ഭാഗത്തായിരിക്കും, തെറ്റപ്പുറത്തായിരിക്കും. വിട്ടേരെ, ലീവ് ഇറ്റ് ടു മീ. എന്നിട്ട് അതിൻ്റെ അവസാനം പറയുന്നു, എനിക്കൊന്ന് മത്തായി ചാപ്റ്റർ 7 തോന്നുന്നു, എൻ്റെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും ആകുവിൻ. ഓ, എന്തോ സ്റ്റേറ്റ്മെന്റ് എൻ്റെ ദൈവം. ഞാനൊരു വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഓർക്കുക ആ ഒരു സ്റ്റേറ്റ്മെന്റ്. ദൈവം പറഞ്ഞതാ, എൻ്റെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നു. അതിന് ഇംഗ്ലീഷിൽ പെർഫെക്റ്റ് എന്ന് പറയാം. എനിക്ക് അതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് മലയാളമാണ്. സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും ആകുവിൻ. എന്ത് സന്തോഷമായിരിക്കും അങ്ങനെ ഒരു മനുഷ്യന്. എങ്ങനെ ഉറങ്ങാതിരിക്കാൻ പറ്റും? പോയി കിടന്ന് അന്നേരം ഉറക്കം വരും. കാരണം ഒന്നുമില്ല, ഹൃദയത്തിലൊന്നുമില്ല, ആരോടും ഒരു പ്രയാസമില്ല, ദൈവത്തോടും പ്രയാസമില്ല. എനിക്കറിയാവുന്ന ഒരു വ്യക്തി കുറെ മാസങ്ങളായി ഇപ്പം സഭായത്തിന് പോകുന്നില്ല. അപ്പോൾ ആ വ്യക്തിയോട് മറ്റൊരാളെ ചോദിച്ചു, എന്താ ഇപ്പം പോകാത്തെ? ഞാൻ ചില വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്താ? സഭായം മുടക്കി വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുക. മനസ്സിലായോ? സഭായം മുടക്കി വീട്ടിലിരുന്ന് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എങ്ങനെ ദൈവം കേൾക്കും? ദൈവം കേൾക്കത്തില്ല. ഇതൊക്കെ നമ്മുടെ ഇല്യൂഷൻസാ, നമ്മുടെ ചിന്തകളാ ദൈവം കേൾക്കുന്നത്. ഇതൊന്നും ദൈവം കേൾക്കത്തില്ല. നമ്മൾ വചനം ശരിക്ക് അടിവരയിട്ട് പഠിച്ചു നോക്കിയാൽ God will not listen. അതുകൊണ്ട് നമ്മുടെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു വലിയ പാഠം നമ്മുടെ ലൈഫിൽ ഒന്ന് ഒപ്പിയെടുക്കാം. ഒരു പക്ഷേ അടുത്ത ആഴ്ച നമ്മൾ ഈ ലോകത്ത് കണ്ടെന്ന് വരത്തില്ല. ഇത് ചിലപ്പോൾ അവസാനത്തെ ആഴ്ചയായിരിക്കും. നമ്മൾ അങ്ങനെ കണ്ട് ജീവിച്ചോണം. ഇനി തിരുത്താൻ സമയമില്ലെന്ന് മനസ്സിലാക്കിക്കോണം. സ്തോത്രം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ദൈവഭയം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. മനസ്സിലായോ? ദൈവഭയം നഷ്ടപ്പെടുത്തരുത്. പഴയ നിയമത്തിലും പുതിയ നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലയോ ഇസ്രായേലെ കേൾക്ക. എബ്രായ ഭാഷയിൽ കേൾക്കാന്നല്ല, അനുസരിക്ക. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഒന്നാമത്തെ സ്ഥാനം ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. എപ്പോഴും ഉണ്ടായിരിക്കണം. സ്തോത്രം. അതിന് മുന്നോട്ട് പോകാം. ഇതിൻ്റെ കൂടെ ചേർന്ന് ജെറമിയ ചാപ്റ്റർ 18 വരാം. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. എങ്കിലും നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചിന്തിക്കാം. ജെറമിയ ചാപ്റ്റർ 18. ഒന്ന് വായിക്കാം. യഹോവയെങ്കിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഓക്കെ, ജസ്റ്റ് അവിടെ നിർത്താം. യിരെമ്യാവിനോട് പറഞ്ഞു, കുഞ്ഞെ, ഞാൻ ചിലത് പഠിപ്പിക്കാൻ പോകുകയാണ്, നീ കുശവന്റെ വീട്ടിലോട്ട് പോ. നമുക്കറിയാം
അവിടെ ചെന്നപ്പോൾ ഈ കുശവൻ പാത്രത്തിൽ പണി ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നല്ല ദൈവം, നല്ല കുശവനായ ദൈവം നമ്മൾ എന്ത് ചെയ്യുക? പണിയുക. എത്ര വർഷമായി? ശരിയായോ? ഞാൻ എന്നോട് വയ്യ കേട്ടോ, ഇനി ശരിയാകാനുണ്ട്. ഒരിക്കൽ ഒരു സിസ്റ്റർ, ഒരു സ്ത്രീ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സിൽവർ പ്ലേറ്റ് നാളുകളായിട്ട് വീട്ടിയിരിക്കുന്നു. എന്തൊക്കെയോ കുഴപ്പം അതിനുണ്ട്, ഒന്ന് ശരിയാക്കി എടുക്കണം. താൻ തട്ടാൻ്റെ അടുത്ത് പോയി. എന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഇതൊന്ന് ശരിയാക്കിത്താ, ഇതിൻ്റെ നിറം പോയി, കറുത്തിരിക്കുന്നു, അതിൻ്റെ അറ്റമൊക്കെ വല്ലാതൊക്കെ വെടിച്ചൊക്കെ ഇരിക്കുന്നു, അതിൻ്റെ ആകെ എല്ലാം പോയി കിടക്കുക, ഒന്ന് ശരിയാക്കിത്തരണം. തട്ടാൻ അതെടുത്തു, തീയിലിട്ടു, ചുറ്റി കൊണ്ട് അടിക്കുന്നു, പിന്നെയും തീയിലിടുന്നു, പിന്നെ എടുക്കുന്നു, അടിക്കുന്നു, പിന്നെ ഇടുന്നു, എടുക്കുന്നു, ഇടുന്നു, എടുക്കുന്നു, ഇടുന്നു, എടുക്കുന്നു, പിന്നെയും നോക്കുന്നു, പോരാ, പിന്നെയും തീയിലിടുന്നു, പിന്നെ എടുക്കുന്നു, കള പോയോ നോക്കണം, എന്താ ക്ലാവ്, ഇത് പോന്നില്ല, പിന്നെയും തീയിലിട്ടു, പിന്നെ അപ്പൊ ഈ സ്ത്രീ ചോദിച്ചു, ചേട്ടാ ഇത് എത്ര നേരമായി ഞാനിവിടെ ഇരിക്കുന്നു? തീയിലിടുന്നു, എടുക്കുന്നു, ഇടുന്നു, എടുക്കുന്നു, ഇതെപ്പം തീരും? ഉടനെ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് അതിൻ്റെ ലെസൺ. എൻ്റെ മുഖം ഈ പാത്രത്തിൽ എന്ന് പതിയുമോ അന്ന് ഇതിൻ്റെ പണി തീരും. പാട അതുവരെ നമ്മൾ തീ കയറേണ്ടി വരും. ഞങ്ങൾ കുവൈറ്റിലെ 90-ലെ വാറില്, കുവൈറ്റ് യുദ്ധത്തിൽ ഇന്നായും ഫ്രഞ്ചും ജർമ്മനും എല്ലാം കൂടെ വരച്ചു. പക്ഷെ സ്വർഗം വിടത്തില്ല, പറയും വീതേ ഞാൻ തന്നെ ചിലത് പഠിപ്പിക്കാൻ പോവാം, ഡെസേർട്ടിൽ കൂടെ കയറ്റി വിട്ട്. എൻ്റെ പൊന്നെ, മരിച്ചില്ല, മരിക്കാതെ ബോംബെയിലെത്തി. ആ യാത്ര, ആ നാളുകൾ തുടർന്ന് ഇവിടെ വന്ന ദിവസവും 2.5 വർഷം ഇന്ത്യയിൽ ശരിക്കങ്ങ് അടിച്ചു. പൊന്നച്ച അങ്ങ് എടുക്കത്തില്ല, എടുക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് അങ്ങനെ എടുത്താൽ മോളി ചെല്ലത്തില്ല. ഇതുകൊണ്ടാ ചിലത് വെച്ചേക്കുന്നത്. ശരിയാക്കുക. അങ്ങനെ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ യജമാന്റെ ടേബിൾ എങ്ങനെ ഈ പാത്രം കൊണ്ട് വെക്കുക? മൊത്തം അഴുക്ക, ക്ലാവ, അഴുക്ക് പിടിച്ചിരിക്കുന്നു. പച്ചയും കറുപ്പും അതും ഇതും എല്ലാം ഇരിപ്പുണ്ട്. ഇതിനെയൊക്കെ മാറ്റി ക്ലീൻ ആക്കി നല്ല ഷൈനിങ് പ്ലേറ്റ് ആക്കിയിട്ട് വേണം മേശപ്പുറത്ത് സാധനം വെക്കാൻ. അതുവരെ കുശവനിട്ട അടിയോടടി, അടിയോടടി. ദൈവമക്കളെ, കരഞ്ഞ് താഴാനില്ല, വേറെ ഒരു മാർഗവുമില്ല. ഞാൻ ഇത്രയും എൻ്റെ വർഷത്തിൽ ശുശ്രൂഷയിൽ പഠിച്ചത് താണ് കൊടുത്താൽ കരയുക, പിറുവിറുക്കരുത്. യോബ് ചെയ്ത പോലെ, യഹോവ തന്നു, യഹോവ എടുത്തു, അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. എന്ത് നഷ്ടമോ കഷ്ടമോ വന്നാലും അതേ പറയാവൂ. അല്ലാണ്ട് ഇസ്രായേൽ മക്കൾ പറഞ്ഞ പോലൊന്നും പറയരുത്. എന്നും മന്നയുള്ളോ, ഇറച്ചി ഇല്ലയോ, മുട്ടയില്ലയോ, ഇതൊന്നും പറയരുത്. ദൈവത്തോട് പറയരുത്. കാരണം ദൈവം ദൈവമാണ്, നമ്മൾ മനുഷ്യരാ, ഒന്നുമില്ല. ദൈവത്തിന് എന്തും നടക്കും, എങ്ങനെയും നടക്കും, ഏതിലേയും നടക്കും. സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനിയായ ദൈവം. അതുകൊണ്ട് ദൈവകാര്യങ്ങളിൽ ആ കൊശവന്റെ, ആ നല്ല കൊശവന്റെ കയ്യിൽ അങ്ങ് താൻ ഏൽപ്പിച്ചു കൊടുത്ത പണി പെട്ടെന്ന് തീരും. അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് ഇസ്രായേൽ മക്കൾ ഇവിടെ ചെല്ലേണ്ടതായിരുന്നു. എന്തുവാ? കനാനി. എത്ര വർഷം എടുത്തു? 40. ഇനി BC 586 രാജ്യം നഷ്ടമായി. നെബൂഖദ്നേസർ അടിച്ച് എല്ലാത്തിനെയും കൊണ്ടുപോയി. കുറെ എന്തുവാ യെരൂശലേം ആലയത്തിരുന്ന പാനപാത്രങ്ങൾ അതെല്ലാം എടുത്തുകൊണ്ട് പോയി, കുറെ നശിപ്പിച്ചു. ആ പോയ പോക്ക് മേദോ പേർഷ്യൻ രാജാവായ ദാരിയാവേശും കോരശും കൂടെ ചേർന്ന് ആ പ്രോസസ് കംപ്ലീറ്റ് നടന്ന് പിന്നെ തിരിച്ച് ഇസ്രായേലിൽ വരാൻ 100 വർഷം എടുത്തു. മറ്റേത് 40 ആണെങ്കിൽ ഇത് 100 വർഷം എടുത്തു. എന്താ ഇത്ര പ്രൊലോങ് ചെയ്യാനുള്ള കാര്യം? ഒറ്റ ആൻസറാണ്, പാപം. വേറെ ആൻസർ ഇല്ല. ഇന്ന് ഇസ്രായേലിൽ കടന്നുകൊണ്ട് കരയുന്ന എന്താ കാര്യം? നമ്മൾ അവർ കർത്താവിൽ കൂടെ കാണുന്നതുകൊണ്ട് നമുക്ക് അവരോട് സിമ്പതി ഉണ്ടെങ്കിലും, പക്ഷെ അതിനകത്തൊരു വിഷയമുണ്ട്. ഒന്നല്ല, ഒത്തിരിയുണ്ട്, ഒത്തിരിയുണ്ട്, ഒത്തിരിയുണ്ട്. അവരുടെ കയ്യിൽ ചോരയുണ്ട്, ഒത്തിരിയുണ്ട്. അതിൽ പരമപ്രധാനം കർത്താവിനെ ക്രൂശിക്കാൻ വിധിക്കുമ്പോൾ പീലാത്തോസ് പറഞ്ഞു, ഈ രക്തത്തിൽ എനിക്ക്
പങ്കില്ല. പക്ഷെ അവർ പറഞ്ഞെന്തോ, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വരട്ടെ. മുൻ തലമുറ വെച്ചു കൊടുത്ത ആപ്പായത്. നമ്മൾ ഓർത്തോണം, നമ്മുടെ തലമുറകൾ നശിച്ചു പോകാതിരിക്കാൻ മാതാപിതാക്കന്മാർ ദൈവവചനത്തിൽ കീഴ്പ്പെട്ട് ജീവിക്കുക. ഇല്ലെങ്കിൽ തലമുറയ്ക്കും കിട്ടും. പിന്നെ അനുഭവിക്കുകയല്ലാണ്ട് ഒരു നിവൃത്തിയില്ല. പക്ഷെ അതിന് പറഞ്ഞു കൊടുക്കും, കുഞ്ഞെ വഴി അതല്ല, വഴി ഇതാ. സാധാരണ കേൾക്കത്തില്ല, അതിലെ പ്രശ്നം. മനുഷ്യൻ കേൾക്കത്തില്ല, ശ്രദ്ധിക്കത്തില്ല. സ്തോത്രം. അപ്പോൾ പണി നടക്കുക. പണിത് വന്നപ്പം മണ്ണ് ഇങ്ങോട്ട് പിടിച്ചു, കുശവൻ അങ്ങോട്ടും പിടിച്ചു. അതവിടെ എഴുതിയിരിക്കുന്നു. പാത്രം പൊട്ടിപ്പോയി. ദൂത് പിടി കിട്ടിയോ? ദൈവം നമ്മളെ പണിയുന്നു ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ലിലെത്താൻ. പെർമിസീവില്ലല്ല, സമ്പൂർണ്ണ ഹിതത്തിലെത്താൻ ദൈവം പണിയുക. ഉടനെ നമ്മൾ പറയാ, കർത്താവേ അതെനിക്ക് വേണ്ട, ഇവിടത്തില്ല. പിന്നെ അത് വാശിയായി, പിടിവാശിയായി, ദുർവാശിയായി. അപ്പം ദൈവം തീരുമാനിക്കുക, എങ്കിൽ ഞാൻ നിന്നെ പണിതട്ടെ. ദൂത് പിടി കിട്ടിയോ? സ്വർഗം അങ്ങനെ തീരുമാനിച്ചാൽ ആ മനുഷ്യന്റെ കഷ്ടകാലമില്ല. അതൊന്നും ആരാധന കൊണ്ടും കൈയടിച്ചു കൊണ്ടൊന്നും പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും മാറത്തില്ല. അനുസരണക്കേടിന്റെ ഫലങ്ങളാണ്. ഒരു ബിബ്ലിക്കൽ തിയറി ഉണ്ട്, അനുസരണക്കേട് നിമിത്തം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഈസി അല്ല പരിഹാരം. അഥവാ മാനസാന്തരപ്പെട്ടാൽ പോലും നിത്യതയുള്ള ബന്ധത്തിൽ ക്ഷമിക്കും. പക്ഷെ ഈ ഭൂമിയിൽ you will have to face the consequences. ആ ഒരു തത്വം എപ്പോഴും അനുസരണക്കേടിന്റെ അതിൻ്റെ എഫക്റ്റ് അത്ര ഭയങ്കരമാണ്. പരിശുദ്ധാത്മാവ് ഒരു കാര്യം ചെയ്യുന്നു, ചെയ്യണമെന്ന് പറയുന്നു, ചെയ്യത്തില്ല. സ്തോത്രം. നമ്മളിതെല്ലാം ശ്രദ്ധിക്കണം. ഒരു ദൈവ ബദലായിക്കഴിഞ്ഞ് ഈസി അല്ല. പിന്നെ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രിൻസിപ്പിൾ അതനുസരിച്ച് നമ്മൾ എന്നും ജീവിക്കുവാൻ ശ്രദ്ധ കൊടുക്കണം. എന്നും അങ്ങനെയുള്ളവരെ കൂട്ടുകാരായിട്ട് എടുക്കണം. കർത്താവ് പോലും പ്രാർത്ഥിക്കാൻ ഗെത്സമനയിൽ പോയപ്പോൾ എല്ലാവരും കൊണ്ടുപോയില്ല. തോമാസിനെ ഒന്നും കൊണ്ടില്ല. പുള്ളിയൊക്കെ കൊണ്ട് അവിടുന്ന് അത് ഇതൊക്കെ വിളിച്ചു പറയും. ചിന്തിച്ചു, തോമാസിനെ അവിടെ കൊണ്ടുപോയി. ഞാൻ അവിടെ പോയായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ എൻ്റെ മനസ്സിൽ കൂടെ പോയി. ആ മാപ്പ്. പത്രോസ്, യോഹന്നാൻ, യാക്കോബ് അവര് വിശ്വാസത്തിൽ ഇച്ചിരി മെച്ചോർഡ് ആയതുകൊണ്ട് അവരെ കൊണ്ടുപോയി. പത്രോസും അല്ല, എന്നാലും കൊണ്ടുപോയി ചിലത് കാണിച്ചു കൊടുത്തു. എന്നും കർത്താവിനാൽ പഠിപ്പിക്കപ്പെടുന്നവരായി തീരാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. നമ്മളത് ദൈവത്തോട് ചോദിച്ചു വാങ്ങണം. ഇത്രയും കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കണം. അമേരിക്കൻ പ്രസിഡന്റ് ആകാനൊന്നും പോയി ചോദിക്കരുതാരും. സ്വർഗീയമായ വലിയ വിഷയങ്ങളുണ്ട്, അത് ചോദിക്ക. ദൈവം അതിന് വെയിറ്റ് ചെയ്യുക. ഭയങ്കര വിഷയങ്ങൾ സ്വർഗത്തിലുണ്ട്. ആത്മാവിന്റെ വലിയ പങ്ക് എനിക്ക് തരണം. നമ്മുടെ സമർപ്പണത്തെ അനുസരിച്ചിരിക്കും അത് കിട്ടുന്നത്. മറ്റൊരു ദൂതാണ്, നമ്മുടെ സമർപ്പണം 50% ഉള്ളെങ്കിൽ അതനുസരിച്ചുള്ളതേ കിട്ടത്തുള്ളൂ. 100% നമ്മളങ്ങ് സമർപ്പിക്കുകയാണെങ്കിൽ കുശവന് പണി എളുപ്പമാ, നമ്മുടെ വേദനയും കുറഞ്ഞിരിക്കും. ഇല്ലെങ്കിൽ ഇട്ടോണ്ട് വലിക്കും. എൻ്റെ പൊന്നെ, ഇട്ടോണ്ട് വലിക്കും. ശരിയാക്കിയെടുക്കാൻ പാടുപെടുന്നു. സ്വർഗവും പാടുപെടുന്നു. നമ്മൾ പിന്നെ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ഇവരെ വിളിച്ച് the ball is in our court. അത് ശരിയാക്കിയെടുക്കുക. ഏരിയ ഹൃദയം ക്ലീൻ ആക്കുക. ആരോടും ഒരു പ്രയാസവും കയ്പും വെച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് പറഞ്ഞു പോകട്ടെ. കർത്താവ് പറഞ്ഞല്ലോ, നിന്റെ സഹോദരനോട് നീ ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്വനായ എൻ്റെ പിതാവും നിങ്ങളോട് നിങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കുകയില്ല. അങ്ങനെ കുശവൻ പണിയുമ്പോൾ ഈ പാത്രം പറഞ്ഞു, കുശവ എനിക്ക് പറ്റത്തില്ല, ഈ ചൂടും ആവി എടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഭയങ്കര പാടാ, ചൂട് ഭയങ്കരമാ. ചിലരെ പണിതെടുക്കാൻ 40 വർഷം, 50 വർഷം, 60 വർഷം, ചിലപ്പോൾ എല്ലാം നഷ്ടമാകും. ഇതെല്ലാം സഹിച്ചാണ് അവസാനം ചിലർ പിടിച്ചു നിൽക്കും. യാക്കോബ് നിന്റെ 12 പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സഹിക്കണം.
അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം, കൊള്ളാവുന്നവനാകണം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം കിട്ടും. നമ്മൾ കിരീടങ്ങളെ പറ്റി പഠിക്കുമ്പോൾ, ദൈവം നമുക്ക് കിട്ടാവുന്ന പ്രതിഫലങ്ങളെ പറ്റി പഠിക്കുമ്പോൾ, അതിൻ്റെ പിന്നിൽ ഒരു വലിയ എഫേർട്ട് നമ്മുടെ ഭാഗത്തുനിന്നുണ്ട്. ഒരു വലിയ സമർപ്പണമുണ്ട്, ഒരു വലിയ ശുദ്ധീകരണമുണ്ട്. 1 പത്രോസിൽ പറഞ്ഞിരിക്കുന്ന പോലെ, 1 പത്രോസ് എൻ്റെ കൂടെ ചേർത്ത് നമുക്കൊന്ന് ചിന്തിക്കാം. 1 പത്രോസ് 1:16, ബിക്കോസ് ബി ഹോളി ബിക്കോസ് ഐ എം ഹോളി. ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും എഴുതിയിരിക്കുന്നു. കാരണം വിശുദ്ധി ഇല്ലെങ്കിൽ നമുക്ക് ദൈവത്തെ കാണാൻ പറ്റത്തില്ല. സിമ്പിൾ. ഇന്ന് ഒത്തിരിയും സഭകൾ, പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ സഭകളൊക്കെ ഒത്തിരി തെറ്റിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ആൾക്കാർക്ക് അത് മതി, അത് ഈസിയാ. ഞാൻ കോയമ്പത്തൂർ ആരാധന കണ്ടിട്ടുണ്ട്. അവരുടെ ആരാധന 1.5 മണിക്കൂറേ ഉള്ളൂ. ദൂതുകളൊന്നും പറയത്തില്ല, സങ്കീർത്തനം പറഞ്ഞു വിടും, പിന്നെ എല്ലാം പാട്ടാണ്. അത് കഴിഞ്ഞ് അവിടെയുള്ള ഫൺ മാളിലും ലൂലു മാളിലൊക്കെ പോയിരിക്കും. അതിന് കംപ്ലൈൻ്റ് ഇല്ല. ആരാധന 3 മണിക്കൂറായ കംപ്ലൈൻറ്റാ. 6 മണിക്കൂർ ലൂലു മാളിൽ പോയിരിക്കാൻ കംപ്ലൈൻ്റ് ഇല്ല. പോന്ന പോക്ക് കണ്ടോ? ഹൃദയത്തിൻ്റെ പിടി വലി അങ്ങോട്ടാ പോന്നേ. ലോകത്തിൻ്റെ എൻജോയ്മെൻറ്റിലേക്ക് അവരങ്ങ് തള്ളപ്പെടുകയാണ്. പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ഇപ്പം വന്നൊരു ചിന്ത, ഒരു ദൂത് കർത്താവ് പറഞ്ഞല്ലോ, മത്തായി 24 മനുഷ്യപുത്രൻ്റെ വരവിൽ, മത്തായി 21:34, 3 കെണികൾ ഇതിൻ്റെ കൂടെ ഇപ്പോൾ എൻ്റെ മനസ്സിൽ കയറി വന്നതാണ്. ഒന്ന് വായിക്കാതെ. 3 കെണികൾ. മാത്യു 21:34. മോളെ, മാത്യു 21:34 ആണോ? അതിഭക്ഷണത്താലും ലൂക്ക് 21:34. അല്ലല്ല, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്തിന് മറ്റൊരു ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കേട്ടോണേ, അവിടെ 3 കാര്യങ്ങൾ, 3 കെണികളാണ്. മറ്റൊരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഞാൻ കണ്ടു, കംഫർട്ടബിൾ ലൈഫ്. ആദ്യത്തേത് ഇവിടെ എഴുതിയിരിക്കുന്നു അതിഭക്ഷണം. മറ്റൊരു തർജ്ജമയിൽ കംഫർട്ടബിൾ ലൈഫ്. അപ്പോൾ മലയാളത്തിൽ തന്നെ എടുത്തു, അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട്. ഇന്ത്യയെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ ഒരു യുദ്ധത്തിന് പോകരുത്. പോയാൽ അത് ഭയങ്കര ഭാരമായിട്ട് തീരും. ഒത്തിരി കമ്പനികളെ അത് ബാധിച്ചെന്ന് വരാം. നമ്മുടെ കണക്ക് കൂട്ടലുകളല്ല സത്യത്തിൽ നടക്കാൻ പോകുന്നത്. അവസാന സമയങ്ങളാണ്. പിശാച് എല്ലാം നശിപ്പിക്കുക. അതിന് ചൈനയെ കൂട്ടുപിടിക്കും, നോർത്ത് കൊറിയയെ കൂട്ടുപിടിക്കും, മറ്റ് രാജ്യങ്ങളെ കൂട്ടുപിടിക്കും. ലോകം മുഴുവനും നശീകരണത്തിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഇങ്ങനെ പോവുകയാണ്. കുറഞ്ഞ പക്ഷം ദൈവമക്കൾ ഭൂമിയിൽ നിന്ന് മാറുന്നത് വരെ ഒന്ന് ഹോൾഡ് ചെയ്യാൻ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, അങ്ങക്ക് ഹിതമാണെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്യണേ. ദൈവമക്കളൊന്ന് പോട്ടെ. ദൈവമക്കൾ പോയി കഴിയുമ്പോൾ പറ്റുന്ന മറ്റൊരു പ്രധാന വിഷയം എൻ്റെ പഠനത്തിൽ മനസ്സിലായി. അമേരിക്ക തളർന്നു പോകും, ഇന്ത്യ തളർന്നു പോകും, ഗൾഫ് രാജ്യങ്ങൾ തളർന്നു പോകും, ഓസ്ട്രേലിയ എന്താ കാര്യം? ദൈവമക്കൾ പോയി. അവരായിരുന്നു ഇത്രയും വർഷം ഇടിവിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ബ്ലോക്ക് ചെയ്തത്. ഒരു പ്രശ്നമുണ്ടാവുന്നു പോകുന്നു അറിയുമ്പോൾ എവിടെങ്കിലും ഒരു അമ്മച്ചിയോ അപ്പച്ചനോ സഭയോ കടന്നുകൊണ്ട് നിലവിളിക്കും, സ്വർഗം ജഡ്ജ്മെന്റിന് ബ്ലോക്ക് ചെയ്യും. എന്നാൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആകാശത്ത് കോടാനുകോടി ദൈവദൂതന്മാർ നിറഞ്ഞു നിൽക്കും. എന്തിനാ? ലൂസിഫറിന്റെ അറ്റാക്കിന് ഒരു സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ
ഭൂമിയിൽ നിന്ന് എടുക്കുന്ന ദൈവമക്കളെ സ്വീകരിക്കുവാൻ കർത്താവും ദൈവദൂതന്മാരും ആകാശത്ത് നിറയും. ആ വലിയ പ്രത്യാശയിൽ എങ്ങനെങ്കിലും എന്ത് കഷ്ടമോ നഷ്ടമോ സംഭവിച്ചാലും ദൈവമക്കളെ ആ കൂട്ടത്തിൽ ഒന്നാം പുനരുത്ഥാനത്തിൽ കാണുവാൻ നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കുക. വെളിപ്പാട് 20-ാം അധ്യായത്തിൽ പറയുന്നു, ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകും. എങ്ങനെങ്കിലും അവിടെ ചെല്ലണം. പ്രതിഫലം രണ്ടാമത്തെ കാര്യം. എങ്ങനെങ്കിലും നരകയാതനയിൽ നിന്ന് രക്ഷപ്പെട്ട് കർത്താവെ എനിക്ക് അങ്ങയുടെ കൂടെ ആയിരിക്കണം. സ്തോത്രം. അപ്പോൾ എന്തോ പറ്റും? ദൈവമക്കൾ അമേരിക്കയിൽ നിന്ന് ഒത്തിരി എണ്ണം പോയി. ഇന്ന് അവിടെ ഗവൺമെന്റ് ഓഫീസസിലൊക്കെ ആൾക്കാരുണ്ട് ദൈവമക്കൾ. അവരെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ ആരാ ഇരിക്കുന്നേ? പിന്നെ ഇരിക്കുന്നവരാരാ? ലൂസിഫറിന്റെ സന്തതികളെ പിന്നെ ഇരിക്കുന്ന. അവരെല്ലാം നശിപ്പിക്കും. എല്ലായിടത്തും ന്യൂക്ലിയർ അടിക്കാൻ പറയും. ഇന്ത്യയിൽ നിന്ന് ദൈവമക്കളെ പോയി കഴിഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടി കരയാൻ ആരുണ്ട്? പാകിസ്ഥാനിൽ കുറച്ച് ദൈവമക്കളുണ്ട്, ബംഗ്ലാദേശിലുണ്ട്, ശ്രീലങ്കയിലുണ്ട്. ഇവർക്കൊക്കെ വേണ്ടി കരയാനും പ്രാർത്ഥിക്കാനും ഇവിടെ നിൽക്കാൻ ദൈവസഭ ഉള്ളതിന്റെ ഗുണം ഈ പൊളിറ്റീഷ്യൻസിന് അറിയത്തില്ല, അവർക്കറിയത്തില്ല. അപ്പോൾ സഭ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഭൂമി വേറും ചവറായിത്തീരുക. ആ പോകുന്ന കൂട്ടത്തിൽ കർത്താവെ ഞാനും എൻ്റെ കുടുംബവും കുഞ്ഞുങ്ങളും ഇവിടെ സഭയിലുള്ള എല്ലാവരും ആരും പിശാചിന്റെ ട്രാപ്പിൽ പെട്ടുപോകാതെ, സ്പിരിച്വൽ ഇല്യൂഷൻസിലോ സ്പിരിച്വൽ ഫാന്റാസിയിലോ സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്സിലോ പെട്ടുപോകാതെ സൂക്ഷിച്ചോണം. നിങ്ങളുടെ മക്കൾ എവിടെയെങ്കിലും പഠിക്കാൻ പോവുകയാണെങ്കിൽ അവരോട് പറയണം, നല്ലവണ്ണം വചനം പഠിപ്പിക്കുന്ന ചർച്ചിൽ പോകണം. വലിയ ജനക്കൂട്ടം പോകല് പ്രശ്നമാ, തലവേദനയാ. ഞാനിവിടെ എല്ലാം യാത്ര ചെയ്ത മനുഷ്യനാ, കർത്താവിന്റെ ദാസനും. അത് ഒത്തിരി ട്രാപ്പുകളുണ്ട്. ഇതൊന്നും പബ്ലിക്കിൽ പറയാൻ പറ്റത്തില്ല. അവിടെ ചെന്ന് ചോദിച്ചാൽ അവർക്ക് ദേഷ്യമാണ്. ഇത് തെറ്റാണല്ലോ. പണ്ട് ആടെ പേര് പറയുന്നില്ല, ഒരാള് മധ്യപ്രദേശിൽ വെച്ചാന്ന് തോന്നുന്നു പ്രവചിച്ചു, അടുത്ത 20 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു പെന്തക്കോസ്തുകാരൻ പ്രധാനമന്ത്രി വരാൻ പോവാ. ഈ പ്രവചിച്ച ആളോടുണ്ട്, കേട്ട ആളോടുണ്ട്. അപ്പൊ ഇത് കേട്ടോണ്ട് എൻ്റെ ഒരു സ്നേഹിതൻ പോയി ചോദിച്ചു, പാസ്റ്റർ ആരാ ആ പെന്തക്കോസ്തുകാരൻ? അവിടെ പറഞ്ഞു ഇന്നാളാന്ന് പറഞ്ഞു. ആള് താമസിയാതെ ലോകം വിട്ടുപോയി. ചുമ്മാ അടിച്ചു വിടുക ഗ്യാസ് എല്ലാം കൂടെ. എല്ലാം ഒന്നും വിശ്വസിക്കരുത്. എല്ലാം ഒന്നും മോളിൽ നിന്ന് വന്നേ അല്ല. മനുഷ്യരെ കയ്യിലെടുക്കാൻ വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ പോക്കറ്റ് ഇരിക്കുന്ന 50,000 അടിച്ചോണ്ട് അവര് പോകും. നമുക്കത് മതി. ഇതാ വിഷയം. ഇട്ട് കറക്കുക പിശാച്. കാരണം വചനത്തിൽ അറിവില്ല, വചനത്തിന്റെ ക്ലോസസ് അറിയത്തില്ല, ദൈവം ആരാന്നറിയത്തില്ല, ദൈവത്തിന്റെ സ്വഭാവം എന്തോന്ന് അറിയത്തില്ല. സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ടല്ലോ, നീ ഇന്നത് ചെയ്യാൻ നിമിത്തം ഞാൻ നിന്നെ പോലുള്ളവനെന്ന് നീ. അതേതാ വാക്യം? അന്ന് വായിക്കാവോ? നീ നിരൂപിച്ചു. എന്തൊരു പരിപാടിയാന്ന് പറയാം. ഞാൻ നിന്നെ പോലുള്ളവനാ? നീ ബാങ്ക് കൊള്ളയടിക്കുന്നു, ഞാനും കൊള്ളയടിക്കുക. നീ മോട്ടിക്കുന്നു, നീ കുടിക്കുന്നു, നീ അത് ചെയ്യുന്നു, ഇത് ഞാനും അങ്ങനെയുള്ളവനാ? 21 ഒന്ന് വായിച്ചേ. ഇവ നീ ചെയ്തു, ഞാൻ മിണ്ടാതിരിക്കാൻ ഞാൻ നിന്നെ പോലെ ഉള്ളവനെന്ന് നീ നിരൂപിച്ചു. കേട്ടോ? ചിന്തിച്ചു മനുഷ്യ, ഞാൻ നിന്നെ പോലുള്ളവനാ? നിന്റെ കയ്യിലിരിപ്പ് എന്തുവാ, നിന്റെ സംസാരം എന്തുവാ? ഞാനും അതുപോലെ ആണോ? ദൈവം ചോദിക്കുക. ഓർക്കണം, ദൈവം പരിശുദ്ധനായ ദൈവമാണ്. അതുകൊണ്ട് ദൈവമക്കളെ കുറഞ്ഞ പക്ഷം വിശുദ്ധിയിലെങ്കിലും ജീവിച്ച് ഉൽപ്രാമണത്തിൽ അപ്പുറത്ത് കയറാൻ കരഞ്ഞോണം. ഒത്തിരി കരയണം. മറ്റ് വിഷയങ്ങളെല്ലാം പുറകെ പോട്ടെ. ഞാനായിരിക്കുന്ന സെന്ററിൽ അവിടുത്തെ സെൻട്രൽ പാസ്റ്റർ ദേവദാസന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനിയുള്ള ശുശ്രൂഷകളെല്ലാം കർത്താവിൻ്റെ വരവ്, നിത്യത, അന്ത്യകാല മെസ്സേജുകളായിരിക്കണം. അതിൽ ഫോക്കസ് ചെയ്യാൻ പറയും. ജനങ്ങൾ ഇത് ഒന്ന് കേട്ടാൽ പോരല്ല, 1000 പ്രാവശ്യം കേൾക്കട്ടെ. കാരണം 1000 പ്രാവശ്യം കേട്ടാലേ മുടിയനായ പുത്തൻ്റെ ദൂത് തലേ കയറത്തുള്ളൂ. എന്നാൽ മനോരമയും മനോരാജ്യത്തിലുള്ളത് വായിക്കുന്നതിന് മുമ്പേ അകത്ത് കയറും. അല്ലേ? സത്യമല്ലേ? തിന്മ കയറാൻ ഒന്നും ചെയ്യണ്ട, കള വരാൻ ഒന്നും ചെയ്യണ്ട. എന്നാൽ അതൊന്ന് ക്ലീനാക്കി എടുക്കാനോ.
ബാംഗ്ലൂര്, കോയമ്പത്തൂർ, ബോംബെ ഉള്ള ലേക്കുകൾ ക്ലീൻ ചെയ്യാറുണ്ട്, കോടികൾ മുലക്കി. പിന്നെയും വരും ഈ ആഫ്രിക്കൻ പോയാൽ. ഒന്നും ചെയ്യണ്ട. അതുകൊണ്ട് ഈ പറഞ്ഞ വിഷയങ്ങൾ കെണിയിൽ പെട്ടുപോകാതെ, അതിഭക്ഷണം, മദ്യപാനം, ഉപജീവന ചിന്ത, പിന്നെ അതിൻ്റെ പുറകെ അങ്ങ് കിടക്കുക, വാല എക്സെട്ര 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 കിടക്കുക. ഇതിൽ പെട്ടുപോകാതെ നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പുറത്തേക്ക്. ഇമാജിൻ, നിങ്ങൾ തള്ളിപ്പോയി എന്തു ചെയ്യും? എന്തു ചെയ്യും? അന്നേരം ഓർക്കൂ, പാസ്റ്റർ അന്ന് പറഞ്ഞത്, ഞാനന്നത് കേട്ടില്ല. ഞാൻ പണ്ട് കോയമ്പത്തൂരായിരുന്നപ്പം ഞാൻ മിക്കവാറും അവിടെ സഭയിൽ പറയായിരുന്നു, പക്ഷെ ആൾക്കാർ കേൾക്കത്തില്ല. പക്ഷെ ഒരു കുടുംബത്തെ ദൈവം സന്ദർശിച്ചു. 3 മരണം ഒറ്റ വീട്ടിൽ. ഞാൻ വരാൻ നേരം ആ സഹോദരി പറഞ്ഞു, പാസ്റ്ററെ പണ്ട് പറയുന്ന മെസ്സേജുകൾ തലയുടെ മുകളിൽ കൂടെ വിടുവായിരുന്നു. ഇൻട്രസ്റ്റഡ് അല്ല. അടി കിട്ടിക്കഴിഞ്ഞപ്പം കണ്ണു തുറന്നു. ഇന്ന് ഞാൻ ബൈബിൾ വായിക്കുമ്പം കരയും, മുട്ടയിലിരിക്കുന്ന പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കരയും. ആ സഹോദരി പറഞ്ഞതാ, പാട്ട് പാടുമ്പോൾ ഞാൻ കരയും. എന്തിനാ? നിത്യതയോർത്ത് ഞാൻ കരയും. എൻ്റെ ഭർത്താവ് എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല, ഞാൻ കരയും. എൻ്റെ കുഞ്ഞുങ്ങൾക്കിത് സംഭവിക്കരുത്, ഞാൻ കരയും. എൻ്റെ അമ്മ എൻ്റെ കൂടെ. 3 വിധവന്മാരൊരു വീട്ടിൽ പാർക്കുക, എല്ലാം കൂടെ കരച്ചിൽ എപ്പം ചെന്നാൽ. ആ സമയങ്ങളിൽ ഞാൻ എന്നും ഇവിടെ വീട്ടിൽ പോയി പ്രത്യാശയുടെ ഗാനങ്ങൾ പാടി, ദൂതുകൾ പറഞ്ഞ്, നിത്യതയെ പറ്റി പറഞ്ഞ് ഉറപ്പിക്കുക എൻ്റെ അവസാനത്തെ 3 വർഷം. പക്ഷെ ഇപ്പോഴും ഒരു കരച്ചില്ല. ദൈവമേ, ഞാൻ നഷ്ടപ്പെട്ടു പോയ വർഷങ്ങൾ, 40, 50, 60 നഷ്ടപ്പെട്ടു പോയ വർഷങ്ങൾ. ഇംഗ്ലീഷിലൊരു പാട്ടുണ്ട്, വേസ്റ്റഡ് ഇയേഴ്സ്, വേസ്റ്റഡ് ഇയേഴ്സ്. ഞാൻ പാടുന്നു, നഷ്ടപ്പെട്ടു പോയ വർഷങ്ങൾ. ബിക്കോസ് ഓഫ് ഡിസൊബീഡിയൻസ്, നെഗ്ലിജൻസ്, കെയർലെസ്നെസ്. ഇത് നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ അതങ്ങ് സോർട്ട് ഔട്ട് ചെയ്യണം. കർത്താവെ, സീരിയസ് ആയിട്ട് എൻ്റെ ലൈഫ് എടുക്കാൻ എനിക്ക് കൃപ തരണം. പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, കൈവിടപ്പെട്ടു പോകുന്ന ഒരു വലിയ കൂട്ടത്തിൽ പുതിയ തലമുറയിലെ യങ്സ്റ്റേഴ്സ് കണ്ടമാനം ഉണ്ടായിരിക്കും. ഞാൻ ഒത്തിരി പേരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്കൊന്നിനും താല്പര്യമില്ല. വളരെ കുറച്ചു പേരെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. ഞാനിപ്പോൾ ആയിരിക്കുന്ന സഭയിൽ ഒരു യുവതിയുണ്ട്, എറണാകുളത്താണ് പഠിക്കുന്നത്. കഴിവതും ഞങ്ങളിരിക്കുന്ന ചർച്ചിൽ അവോയ്ഡ് ചെയ്യും. എറണാകുളത്തെ ചർച്ച് ഈസിയാണ്, അവിടെ ഇതൊന്നും പറയത്തില്ല. ഞാൻ അപ്പനോടും അമ്മയോടും വിളിച്ചു പറഞ്ഞു, വീട്ടിൽ ചെന്ന് സൂക്ഷിച്ചോണം, പ്രശ്നമാവും. ദൈവവചനം വേണ്ടെന്ന് ഒരാൾ ഹൃദയത്തെ റിജക്റ്റ് ചെയ്താൽ, ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, ദൈവം ഏറ്റവും കൂടുതൽ ഉയർത്തിയത് ആരെയാ? എന്തിനെയാ? ആൻസർ ആരെങ്കിലും ഒന്ന് പറ. ആരെന്തോ പറയുന്നു, റെഫറൻസ് എന്തോ? സാംസ് 138 വേഴ്സ് 2. അവിടെ ആൻസർ ഉണ്ട്, അത് മനസ്സിലിരുത്തോണ്ട്. തൻ്റെ നാമത്തെക്കാൾ, തൻ്റെ പേരിനേക്കാൾ ദൈവം ഏറ്റവും അധികം ഉയർത്തിയത് തൻ്റെ വചനത്തെയാണ്. O God, thou hast exalted thy word above all thy names in English. നിന്റെ നാമത്തിന് മീതെയൊക്കെയും നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. വാഗ്ദാനം മലയാളത്തിലെ തർജ്ജമ അത് ക്ലിയർ ആവുന്നില്ല. അവിടെ വചനം എന്നായിരുന്നു പറയേണ്ടത്. നിന്റെ വചനത്തെ നീ ഉയർത്തിയിരിക്കുന്നു. അത്ര ഇമ്പോർട്ടൻസ് ആണ് പിതാവാം ദൈവം തന്റെ വചനത്തിന് കൊടുക്കുന്നത്. അങ്ങനാണെങ്കിൽ നമ്മൾ എന്തുമാത്രം ഭയത്തോടെ ഇതിനെ കാണണം. കാരണം ദൈവം സംസാരിച്ച വിഷയമാണ്. അതിനെ നമ്മൾ കൂട്ടാക്കുന്നില്ലെങ്കിൽ, ഇസ്രായേലിനെ പറ്റി പറയുന്ന 81-ാം സങ്കീർത്തനം, അവർ എന്നെ കൂട്ടാക്കുന്നില്ല, അവർ എന്നെ അതും ഇതുമൊക്കെ വിളിക്കുന്നേ. മനസ്സിൽ ദേഷ്യം വരുമ്പം ദൈവത്തോടാ അവസാനം കൊണ്ട് വെക്കുന്നത്. ഞാനിനി സഭായോഗത്തിനില്ല. ആരോടാ പ്രശ്നം? മറ്റൊരാളോട് പ്രശ്നം കൊണ്ടുവെക്കുന്ന എവിടാ? ദൈവത്തിന്റെ തലയിലോട്ട്.
ഒരാൾ പൈസ വാങ്ങിച്ച് തിരിച്ചു കൊടുത്തില്ല. ഓ, ഞാൻ ഈ സഭയെ തൊട്ടില്ല, ഞാൻ പരീക്ഷയ്ക്ക് തോറ്റുപോയി, ഞാൻ ഇനി വരുന്നില്ല. ദൈവം ഇല്ലല്ലോ. ദൈവം ഉണ്ടെങ്കിൽ ഞാൻ തോക്കും, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. ദൈവം ഉണ്ടെങ്കിൽ തോക്കും. തോപ്പിക്കുന്നതിന് കാര്യമുണ്ട്, ചിലത് പഠിപ്പിക്കാനാ. അതുകൊണ്ട് ഒരിക്കലും തോറ്റെന്ന് വിചാരിച്ച് ദൈവത്തോട് പിടികൊടുക്കരുത്. നന്ദി പറയണം. ആ തോൽവിയുടെ പിന്നിൽ ഒരു നന്മയുണ്ട്. ഇല്ലെങ്കിൽ കൊമ്പനാരുടെ മുന്നിൽ പോയി വീണേനെ, ഇല്ലെങ്കിൽ സിംഹത്തിന്റെ കൂട്ടി പോയി ചാടിയനെ. പണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇവിടുത്തെ സൂവില് ഒരമ്മ ഒരു കുഞ്ഞിനെ മണ്ടേ വെച്ചുകൊണ്ട് മുടി കെട്ടിയതാ. ആ കുഞ്ഞ് പുറത്തോട്ട് മറിഞ്ഞ് വീണത് കരയുടെ വായിലോട്ട്. അന്നേരം അമ്മയ്ക്ക് എന്തോ തോന്നി, മുടി കെട്ടണമെന്ന് തോന്നി. ഈ കുഞ്ഞിനെ കൊണ്ടിരുത്തിയത് എവിടാ? ചില സമയത്ത് ചില ചിന്തകളും തോന്നലുകൾ തലമുണ്ടേ കയറി വരും, അപ്ലൈ ചെയ്യും, അത് കുരുക്കാവും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളെ നശിപ്പിക്കുവാൻ പിശാച് ഉന്തുന്ന ഉന്തുകളായത്. രാത്രി 10 മണിക്ക് ഡാമിൽ പോയി കുളിക്കുക, ഇടുക്കിയിലൊക്കെ നടക്കുന്ന കാര്യമാണ്. ഭയം തോന്നും ഇടുക്കി ഡാമിൽ, അന്നേരം അവിടെ കുളിക്കണം. അവിടെ ഒത്തിരി ഡാമുകളുണ്ട്. പെരുമ്പാവൂർ വരാം, കോക്കഡൈൽസ് വരാം, എന്തും വരാം. ചിലപ്പം ഭയന്ന് കാലടിച്ച പൊങ്ങത്തില്ല. മുങ്ങി മരിച്ച ഫിലിം സ്റ്റാർസ് ഉണ്ട് കേരളത്തിലെ, ഇടുക്കി ഡാമിൻ്റെ അവിടെ ഇവിടെയൊക്കെ. എപ്പോഴാ? സാത്താൻ ഉന്തുന്ന സന്ദർഭങ്ങളാ. എന്തുകൊണ്ട്? മറ്റൊന്ന് പറഞ്ഞാൽ, മോശ പറഞ്ഞു, ദൈവമേ അങ്ങടെ സാന്നിധ്യമില്ലെങ്കിൽ ഓ ഞാൻ എന്നും അത് കരയും. എഫേഷ്യൻസ് ചാപ്റ്റർ 6 പറഞ്ഞു പോകട്ടെ, ദൈവത്തിന്റെ സർവായുധ വർഗം എന്നും ചോദിച്ചു വാങ്ങണം. ഞാൻ മനസ്സിൽ എപ്പോഴും പറയും, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എപ്പോഴും, കർത്താവെ കവർ ചെയ്യണം, കവർ ചെയ്യണം, സഭയെ കവർ ചെയ്യണം, ദേശത്തെ കവർ ചെയ്യണം. നാളെ ഒരു വലിയ ഭൂമി കുലുക്കം ഉണ്ടാകാം. ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അതിനെ തട്ടിപ്പോകും. ഇടിവിൽ നിന്ന് കരയാൻ ആളുണ്ടെങ്കിൽ സുനാമി മാറിപ്പോകാം, അതിനുള്ള സാധ്യതയുണ്ട്. മോശ അങ്ങനെ പറയണമെങ്കിൽ, ഒന്നും കൂടെ പറഞ്ഞാൽ, ജഡത്തിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ പിൻഭാഗം കണ്ട ഏക മനുഷ്യന മോശ. ആ 2 കണ്ണുകൾ ആർക്കുണ്ടായിരുന്നു? മോശയ്ക്കുണ്ടായിരുന്നു. ദൈവത്തെ കണ്ട 2 കണ്ണുകൾ പിശാചിന് പിടിച്ചില്ല. പുറകെ നടന്നു ഷൂട്ട് ചെയ്യാൻ. He was qualified, pastor, to see God. ദൈവത്തെ കാണാൻ ക്വാളിഫൈഡ് ആയി. അതുപോലെ ദൈവത്തെ അനുസരിച്ച മനുഷ്യനെ മോശ. ദൈവം എന്തു പറഞ്ഞാലും അതുപോലെ അനുസരിച്ചു, ഒരു ആർഗ്യുമെന്റ്സും ഇല്ല. അവസാനം ഒരു ഗതികേടിന് ഇസ്രായേലിനോട് കോപിച്ചു, മത്സരികളെ വെള്ളം കുടിക്കാൻ പറഞ്ഞു. ആ മത്സരികടി എന്നുള്ള പദം കർത്താവിന് ഇഷ്ടപ്പെട്ടില്ല. പറഞ്ഞു, കുഞ്ഞങ്ങോട്ട് കയറണ്ടെന്ന് പറഞ്ഞു. മോശയെപ്പറ്റി പറയുന്നു, ഭൂമിയിലുള്ളവരിൽ വെച്ച് ഏറ്റവും സൗമ്യനായ മനുഷ്യൻ. ഇത് ദൈവം പറഞ്ഞതാ. ഇതാര് കേട്ടു? മോശ കേട്ടു, വേറെ ആളും കേട്ടു, പിശാച് കേട്ടു. പിശാച് പുറകെ നടന്ന് വെടിയുണ്ടയായിട്ട്. ഇതാ നമ്മളെ പറ്റി ഒരു നല്ല സ്റ്റേറ്റ്മെന്റ് ഒരാൾ പറഞ്ഞാൽ ശ്രദ്ധിച്ചോണം, പ്രത്യേകം കവർ ചെയ്ത് പ്രാർത്ഥിച്ചോണം. പാര വരുന്നു, കുരിശ് പ്രശ്നം വരുന്നുണ്ട്, അത് വരാതെ തട്ടിക്കളയാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ച് പിതാവിന്റെ കരങ്ങളിൽ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവിൽ ഏൽപ്പിച്ച് കവർ ചെയ്യാം. ദൈവമേ അങ്ങടെ സാന്നിധ്യത്തിൽ എന്നെ പൊതിയണമേ, അങ്ങടെ ഹിതമനുസരിച്ച് മാത്രം എന്നെ പണിതാ മതി. അത് ദൈവഹിതം എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട്. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. അത് വിട്ട് പോകുമ്പോഴായി പാമ്പ് കയറി കൊത്തുന്നത്. അത് ഏതെങ്കിലും സംഭവിച്ചാൽ അങ്ങടെ ഹിതം അനുസരിച്ച് മാത്രം എന്നെ പണിതാ മതി. അങ്ങ് തരുന്ന റൊട്ടി മതി എനിക്ക്. ആ റൊട്ടി എത്ര വർഷം പോലും കഴിക്കാൻ തീരത്തില്ല. മനുഷ്യൻ തരുന്നതെല്ലാം തീർന്നു പോകും. ദൈവം എന്തെങ്കിലും തന്നാൽ അത് തീരത്തില്ല, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് അതിൻ്റെ സമയത്ത് വന്നുകൊണ്ടിരിക്കും. മോശയുടെ പഠനം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കണം. എക്സോഡസ് വായിക്കേണ്ട, പറഞ്ഞു പോകട്ടെ, 30-31 തോന്നുന്നു. അവസാനം മോശ പറഞ്ഞു, ദൈവമേ അങ്ങ് ഞങ്ങളുടെ കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ അയക്കല്ലേ പ്ലീസ്. എന്നെ കൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല. ഈ മരുഭൂമി കടന്നുകൊണ്ട് എന്നെ കൊണ്ട് വയ്യ ഇവരോട് യുദ്ധം ചെയ്യാനും. അങ്ങ് ഞങ്ങളോട് കൂടെ വരണം, ഇല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല. എന്നെ കൊണ്ട് വയ്യ. 30 ലക്ഷം ജനങ്ങളുണ്ട്, ഇതിനെല്ലാം കൂടെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു?
30 പേരുള്ള സഭയിൽ ഇന്ന് കൊണ്ടുപോകാൻ വലിയ പാടാ. അപ്പൊ 30 ലക്ഷം. ദൈവം പറഞ്ഞു, ഓക്കെ മോശെ, ഞാൻ വരാം. ദൈവമക്കളെ, ദൈവസാന്നിധ്യമില്ലാത്തടം, ദൈവം കൂടെ വരുന്നില്ലെങ്കിൽ, ദൈവത്തിൻ്റെ അപ്രൂവൽ എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ ഓർക്കണം, ആദ്യം പറയുന്ന ആൻസർ ആയിരിക്കും ദ ബെസ്റ്റ് ആൻസർ. പ്രസ് ചെയ്ത് ചോദിക്കരുത് എനിക്ക് ഇങ്ങനെ തന്നെ വേണമെന്ന് പറയരുത്. അത് പിന്നീട് ദൈവസാന്നിധ്യം കിട്ടത്തില്ല, ദൈവത്തിൻ്റെ പരിപാലനം കിട്ടത്തില്ല. പിന്നെ വേറെ കുരുക്കുകളൊക്കെ അതിനകത്ത് വരും. അതൊക്കെ പിന്നെ അനുഭവിച്ചേ പറ്റൂ. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊന്നും പ്രാർത്ഥിച്ചാൽ മാറ്റത്തില്ല. ഞാൻ മാറ്റിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇത്രയും വർഷത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ 14-ാമത്തെ വയസ്സ് ശുശ്രൂഷ ചെറുതായിട്ട് തുടങ്ങിയതാണ്. അന്നേ ട്രാക്ട് കൊടുക്കാൻ തുടങ്ങി. ചെറുപ്പം തൊട്ടേ ബൈബിൾ സ്റ്റഡി കൃപയാൽ ദൈവം എന്നെ ശുശ്രൂഷയ്ക്ക് കണ്ടുകൊണ്ട് തരാൻ തുടങ്ങി. അതിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഡിസൊബീഡിയൻസ് നിമിത്തം എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചെങ്കിൽ അത് അനുഭവിക്കുക. അതിലേക്ക് പോകാതെ വണ്ണം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കൊള്ളാം. പിന്നെ പലരും ഇത് മനസ്സിലാക്കുന്നത് 70, 80, 90 അവിടെ കടന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കും. പിന്നെ മാനസാന്തരപ്പെട്ടാൽ വരാൻ പോകുന്ന ദുരന്തത്തിന് രക്ഷപ്പെടാം, നിത്യജീവനിൽ പോകാം. പക്ഷെ ഈ ഭൂമിയിൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കി നമുക്കും തലമുറയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണം. സ്തോത്രം. ദൈവം മോശയുടെ കൂടെ പോയി. സ്തോത്രം. പക്ഷെ ഇതുപോലൊരു പ്രാർത്ഥന വേറെ ആരും പ്രാർത്ഥിച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ സാന്നിധ്യം എൻ്റെ കൂടെ വരണം. അങ്ങില്ലാതെ ഒന്നും പറ്റത്തില്ല ദൈവമേ, ഒന്നും പറ്റത്തില്ല ദൈവം. ഇന്ന് നിൽക്കുന്ന നമ്മുടെ ഒരു ഞരമ്പ് തെറ്റിപ്പോയാൽ അവിടെ കിടക്കും. ആയുർവേദം പറയുന്നത് 2600 കോടി ഞരമ്പ് നമ്മുടെ ശരീരത്തിലുണ്ടെന്ന്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത 30 കോടി ഞരമ്പ് നമ്മുടെ ഒരു കണ്ണിലുണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ദൈവം മനുഷ്യനെ ഭയങ്കരവും അതിശയകരവുമായി സൃഷ്ടിച്ചിരിക്കുന്നു. സ്തോത്രം. അങ്ങനാണെങ്കിൽ ഇനിയും പണിയുവാനുണ്ട്. ഏൽപ്പിച്ചു കൊടുക്കുവോ? തീക്കകത്ത് കയറാൻ റെഡിയാണോ? കുരിശെടുക്കാൻ റെഡിയാണോ? എങ്കിൽ പെറുപെറുക്കരുത്. തീക്കകത്ത് കയറാൻ റെഡിയാണെങ്കിൽ പണിയും, തേജസ്സിൽ നിങ്ങളുടെ ശോഭ കൂടും. അത് ഉയർപ്പിന്റെ വിഷയം വരുമ്പോൾ ഒരു സബ്ജക്റ്റിന്റെ ഒരു വിഷയം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വേദനയിൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ, കർത്താവേ എന്നെ പണിയണമേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു. കൃപയും കൂടെ ചോദിച്ചോണം. അവസാനം പൗലോസ് പറഞ്ഞ, കർത്താവേ ഇനി ഞാൻ ചോദിച്ച് വിഷമിക്കത്തില്ല, അങ്ങേ വിഷമിപ്പിക്കത്തില്ല. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ കൃപ നിനക്ക് തരാം, അത് മതിയെന്ന് വെക്കും. ആവശ്യമില്ലാത്ത മോഹങ്ങളൊക്കെ എടുത്ത് കള. ഇതൊന്നും വിശ്വാസമല്ല കേട്ടോ, ഇതൊന്നും വിശ്വാസമല്ല. ഇതൊക്കെ ഈ തലമുറയിൽ ഈ പ്രശ്നം ഉണ്ടായതെല്ലാം 1975 ശേഷമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അതിന് മുമ്പുള്ള ടീച്ചിങ് വേറെ, അതിനുശേഷം വേറെ ടീച്ചിങ്. അതിനൊക്കെ ഉത്തരവാദിയായ ചില ദേവദാസന്മാരുണ്ട്, ഞാൻ അവരുടെ പേരൊന്നും പറഞ്ഞു. അതൊക്കെ ഞാൻ കണ്ടതാണ്. എല്ലാം ഇളക്കി മറിച്ച് കളഞ്ഞു. സാത്താൻ്റെ ഭയങ്കര തന്ത്രങ്ങളാണ്. എല്ലാം ഒന്നും വിശ്വാസമൊന്നുമല്ല, മോഹങ്ങളാണ് ലൈഫിൽ. ഈ ബിബ്ലിക്കൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ അതെപ്പോൾ ഗോഡ് സെന്റേർഡ് ആയിരിക്കും. നമ്പർ 2, ദൈവവചനത്തിലുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ പറയാ, ഷാജഹാൻ പണിതുപോലെ ഞാനൊരു താജ്മഹാൾ പണിയാൻ പോവാ. ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ഒന്ന് നോക്കിയാലോ? ആ ദൈവമാണോ? പുള്ളി വെളുത്ത താജ്മഹാൾ പണിതു, ഖജനാവ് കാലിയായി. പുള്ളി പറഞ്ഞു, ഞാൻ ഇനി ഒരെണ്ണം കൂടെ പണിയാൻ പോവാ. ആ സംഭവം അറിയോ? കറുത്തത് പണിയാൻ പോവാ. ഉടനെ ഔറംഗസീബ് ഇങ്ങോട്ട് വന്ന് പിടിച്ചെടുത്ത് അകത്തിട്ടു. അപ്പനിനി പണിയണ്ട, പണിത് ഇത്രയാക്കി. ഇതാണ് സംഭവം. ഷാജഹാൻ ജയിലിൽ പോകാനുള്ള സംഭവം ഇതാ. മോൻ പിടിച്ച് അകത്തിട്ട ഇതാ. കാരണം ചുമ്മാ മനസ്സിൽ തോന്നിയെല്ലാം അങ്ങ് ചെയ്യുക. അതിനൊന്നുമല്ല ദൈവം മക്കളെ ഭൂമിയിലാക്കിയത്. താജ്മഹൽ പണിയാനും പിന്നെയും പണിയാനും അതിൻ്റെ പുറത്ത് പിന്നെയും പണിയാനൊന്നും അല്ല ദൈവം ആക്കിയത്. ഒരുവനെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അത് എത്ര വർഷം കൊണ്ട് പഠിക്കും. കരയാൻ റെഡിയാണെങ്കിൽ ഏൽപ്പിച്ചോ. ഞാൻ എത്ര വർഷമായെന്നറിയാം, കരച്ചിലോട് കരച്ചില്ല. ഞാൻ എൻ്റെ 4-ാമത്തെ വയസ്സിൽ കുവൈറ്റിൽ പോയത്. അന്ന് തൊട്ടടിയാ. എൻ്റെ മമ്മി പറയും, എടാ നിനക്ക് മാത്രം ചൂരപടി, മറ്റ് 3 രക്ഷപ്പെട്ടു. പിന്നീട് മനസ്സിലായത്, മരിക്കുന്നതിന് കുറച്ചാളും ഇതിനു വേണ്ടിയായിരുന്നു നിന്നെ ഒന്ന് ശരിയാക്കി എടുക്കാൻ. ഈ പുസ്തകം പഠിപ്പിക്കണ്ടേ പാസ്റ്റർ? തോന്നുന്ന പോലെ നടക്കുന്നതിനെ കൊണ്ട് ഈ പുസ്തകം കൊടുക്കാൻ പറ്റുമോ?
കുറച്ചെങ്കിലും ഒരു അനുസരണത്തിൽ കൊണ്ടുവരണ്ടേ ദൈവത്തിന്റെ പ്ലാനിൽ, അല്ലേ? കുറച്ചെങ്കിലും ഇല്ലാതെ ഈ സാധനം കൈ കൊടുക്കാൻ പറ്റത്തില്ല. അടിയോടടി വാങ്ങിച്ച് 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 ഞാൻ ഈ പരുവാ, ഇനി വയ്യ എന്നെ കൊണ്ട്. ഞാൻ ദൈവത്തോടെന്നും പറയും, ഉള്ള അസുഖങ്ങളെല്ലാം മേടിച്ചു, ഫ്രോസൺ ഷോൾഡറും ഫാറ്റ് ലിവറും ഷുഗറും അതും മണ്ണാങ്കട്ടി, എന്നാലും നിൽക്കുക. എന്നാലും ദൈവം നിർത്തുന്നു. ഒരു സെക്കൻഡ് പോലും ആയുസ് കൂട്ടല്ലേന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഇസ്കിയാവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന എനിക്ക് വേണ്ട. 15 വർഷം കൂടെ നീട്ടായി, വേണ്ടായേ വേണ്ട. അന്ത്യം വരെയും ആരോഗ്യത്തോടെ നിന്ന് ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് കൃപ. അങ്ങ് സൂക്ഷിക്കണം. പിശാചിനെ കണ്ണ് കാണല്ല, ലോകം ജഡം പിശാചിനെ കാണരുത്. എവിടെ നോക്കിയാലും പിശാച് കുഴി ഉണ്ടാക്കി വെച്ചേക്കുക. അവന്റെ മൈനും ഇതെല്ലാം കുഴിച്ചിട്ടേക്കും. ഒന്നിക്കേറി ചവിട്ടിയാൽ മതി, ഞാൻ തീരും. എത്ര ഉപദേശിമാർ തീർന്നു ക്രിസ്ത്യൻ ഹിസ്റ്ററിയിലുണ്ട്. എത്ര പേര് തകർന്നു പോയി, എത്ര പേര് തിരിച്ച് ഇസ്ലാമിൽ പോയി, ഹിന്ദുവയിൽ പോയി, എത്ര പേര് തിരിച്ച് യൂദാമാരായി തീർന്നു. എന്താ കാര്യം? ദൈവത്തോടുകൂടെ നടക്കാൻ അവർ മറന്നുപോയി, യേശുവിന്റെ കൂടെ നടക്കാൻ. കുശവൻ പണി തുടങ്ങി, തീയിൽ പാത്രം വെച്ചു, ചൂട് കൂടി, ആവി കൂടി, ആ ടെമ്പറേച്ചർ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? കൃപ കൂടുതൽ ചോദിച്ചോണം. ആ സമയത്ത് നമ്മുടെ എഡ്യൂക്കേഷൻ ഒന്നും അവിടെ വാല്യുബിൾ, ഓക്കെ ഇരുന്നോട്ടെ. പക്ഷേ ആത്മീയത്തിൽ ജയിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനും. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ആപ്ലിക്കേഷൻസ് എല്ലാം മാറ്റണം. എന്തോ ആകട്ടെ, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത നമ്മുടെ ആഗ്രഹങ്ങൾ മാറ്റിക്കോണം. അതിനൊരു റെഫറൻസ് ഞാൻ പറയാം. 1 John 5:14. 1 John 5:14. John 5:14. 1 യോഹന്നാൻ 5:14. ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ, അപ്പോൾ അവന്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം എന്താന്നുള്ളത് നമ്മൾ ചോദിക്കണം. കർത്താവ്, എന്നെ പറ്റി അങ്ങയുടെ പ്ലാൻ എന്തുവാ, പ്രോഗ്രാം എന്തുവാ? നമ്മളത് ചോദിക്കാറില്ല. നമ്മളതിന് പകരം പോയി പ്രവാചകനോട് ചോദിക്കും. പ്രവാചകൻ പറയും, നിന്നെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആക്കാൻ പോവാന്ന് പറയും. ദൈവമക്കളെ, ഒരു സത്യം പറയട്ടെ, നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരുമോ? എന്നെ മനസ്സിലായല്ലോ. ലോകത്ത് എൻ്റെ അത്രയും പ്രവചനം കേട്ട ഒരു മനുഷ്യനില്ല. ഞാൻ ചിലപ്പം ചിന്തിക്കാറ്, ഇതെല്ലാം കൂടെ എഴുതി വെച്ചാൽ ഭൂമിയുടെ പകുതി എൻ്റെ കയ്യിരിക്കുന്നത്. ഭൂമിയുടെ പകുതി, തിരുവനന്തപുരമല്ല. ഒരാൾ എന്നോട് പറഞ്ഞു, യൂറോപ്പ് നിന്റെ കൈ വരുമെന്ന് പറഞ്ഞു. പക്ഷെ ഇത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി അന്ന് എനിക്കില്ലാതെ പോയി. പിന്നെ പഠിച്ചു വന്നപ്പോഴാണ് മനസ്സിലായി, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇരിച്ചാൽ എടുത്തോ. യൂറോപ്പല്ല, കുരിശെടുത്തോണ്ട് അരുമദാദിന്റെ പുറകെ യാത്ര ചെയ്യണം. ആ കുറേനക്കാരായി ശിമോൻ നടന്ന പോലെ വേറെ ആരെയും നോക്ക, അപ്പുറത്ത് ചെല്ലാൻ ഈ ഒരു വഴിയുണ്ട്. ഇടയ്ക്ക് പറയട്ടെ, ഇത് പറഞ്ഞോണ്ട് പറയുക. ഒരിക്കൽ ഒരാൾ പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ കുരിശിൻ്റെ നീളമൊന്ന്, ഭാരം ഒന്ന് കുറച്ചുക. കർത്താവ് പറഞ്ഞു, നീ എന്ത് വേണം ചെയ്തോളാം, അപ്രൂവ്ഡ്. ഇയാൾ പോയി പിച്ചാത്തി എടുത്തു, എന്തോ എടുത്ത് മുറിച്ചു, ഭാരം കുറഞ്ഞു, സന്തോഷമായി, യാത്ര തുടങ്ങും. ഒരിടത്ത് ചെന്നപ്പം കാണാം, നദി കടക്കണം, അതായത് യോർദാൻ കടക്കണമെന്ന്, മർണയോർദാൻ. പാലമില്ല. പുള്ളി എന്ത് ചെയ്യും? കുരിശെടുത്ത് വെച്ച് അതിൻ്റെ മുകളിൽ കൂടെ വെച്ചപ്പം കാണാം, ഈ മുറിച്ചു പോയ ഭാഗം അത്രയും നഷ്ടമായി കണക്റ്റാവും. അങ്ങനൊരു പഠനം ഈ ബൈബിൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട്. ദൈവം നമുക്ക് എന്തെങ്കിലും തന്നെങ്കിൽ അന്ത്യം വരെയും സഹിക്കാനുള്ള കൃപ. കാരണം ആ കുരിശെന്ത് ചെയ്യാൻ നമ്മൾ എവിടെ എത്തിക്കും? എവിടെ എത്തിക്കും? കർത്താവിൻ്റെ അടുത്ത്. യെസ്, നിത്യജീവനിൽ അത് എത്തിക്കും. അത് കളഞ്ഞാൽ, അത് കളഞ്ഞുകൊണ്ട് ഓടാനാണ് ഈ ന്യൂ ജനറേഷൻസ് അവളെല്ലാം പഠിപ്പിക്കുന്നത്. ഞാൻ എത്ര ഉപദേശിമാരുടെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, എത്ര പ്രവാചകന്മാർ വഴിതെറ്റിച്ച് കളയുന്നുണ്ട്. അതും ഇതും പറഞ്ഞ് അതിലാ ജനത്തിന് താല്പര്യം. യേശു പറഞ്ഞാൽ താല്പര്യമില്ല. വചനം എന്തോന്ന് പഠിക്കുക, മനസ്സിലാക്കുക. അതാണ് സിലബസ്. കർത്താവിൻ്റെ ഒരു ഇഷ്ടം പിതാവ് അനുവദിച്ചില്ല. ഗതസമനയിൽ വെച്ച് പറഞ്ഞു,
കഴിയുമെങ്കിൽ ഈ പാനപാത്രം, ഈ കുരിശൊന്ന് കുറച്ചുക. ആൻസർ ഉത്തരവില്ല. പുത്രന് പോലും പിതാവ് അനുവദിച്ചില്ലെന്ന് തൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊക്കെ എന്തോ ആകുമോ, എങ്ങനെ ആകുമോ, എവിടെ ആകുമോ? സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ലൈഫ്, നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം കർത്താവിനെ പോലാക്കിയെടുക്കാൻ നല്ല കൊശവൻ്റെ കയ്യിലേക്ക് കൊടുക്കാം. സഹിപ്പാൻ കൃപയ്ക്ക് വേണ്ടി. എൻ്റെ അടുത്തൊരു ബന്ധുവായ ദേവദാസൻ പറഞ്ഞു, അച്ഛന് കൂടുതൽ കൃപ കിട്ടി, അതുകൊണ്ടാണ് ഈ ശോധനയിൽ ആയിരിക്കാം. കൃപ കൂടുന്തോറും എന്തു പറ്റും? ശോധനയും കൂടും, അല്ലേ? കൃപ കൂടുന്തോറും അച്ഛായ ശോധന കൂടും. അപ്പം വല്ലതും കൂടുതൽ ചോദിക്കുമ്പോൾ അത് ചോദിച്ചോണം. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ കൂടുതൽ ശക്തി തരണം, അത് തരണം. അപ്പോൾ ഓർത്തോണം മറുവശത്ത് എന്ത് വിളിച്ചു വരുത്തുക? കഷ്ടത വിളിച്ചു വരുത്തുക. അത് ഓർത്തോണം. പ്രവചനം ചോദിക്കുമ്പോൾ അപ്പുറത്തോത്തൻ ചുമ്മാ കയറ്റി അങ്ങ് കൊടുക്കല്ല പ്രവചനം. എരമ്യാവിനെ വിളിച്ചാക്കി മരിക്കുന്നത് വരെ ആ മനുഷ്യൻ കരച്ചിലായിരുന്നു. പിന്നെ കരച്ചിൽ വിളിച്ചു വരുത്തുക. അതൊക്കെ മനസ്സിൽ കണ്ടോണം, പ്രിപ്പയർഡ് ആയിരിക്കണം. ഐ എം റെഡി ഫോർ ദ ബാറ്റിൽ. അങ്ങനെ കർത്താവ് പിതാവുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് അവസാനം സമർപ്പിച്ചു. തന്റെ മനുഷ്യത്വത്തിൽ അത് ചോദിച്ചേ കണ്ടോ. ദൈവപുത്രൻ എന്ന നിലയില്ല, മനുഷ്യപുത്രൻ എന്നുള്ള നിലയിൽ കർത്താവിന് മനസ്സിലായി. കർത്താവിനറിയാം കഴിഞ്ഞകാല നിത്യതയിൽ എടുത്ത ടീം പ്ലാനുകളാണ്. തന്നെ ബലപ്പെടുത്തി, ദൂതം വന്ന് ബലപ്പെടുത്തി അതിഭയങ്കര യുദ്ധത്തിന് കർത്താവ് എഴുന്നേറ്റു. അതിഭയങ്കര യുദ്ധത്തിന് വേണ്ടി ലൂസിഫറും സൈന്യവും സർവത്തിനെതിരെ കർത്താവ് പരിശുദ്ധാത്മാവും കൂടെ അങ്ങോട്ട് ഇറങ്ങി. അതൊരു ഭയങ്കര സബ്ജക്റ്റാണ്, ഭയങ്കര സബ്ജക്റ്റ്. അത് പഠിച്ചാൽ നമ്മുടെ രോമമൊക്കെ എഴുന്നേക്കും. കർത്താവ് എഴുന്നേറ്റു. കർത്താവേ, പിതാവേ, ഇത്രയും നാൾ ഉപദേശിച്ചു, ഇനി ഞാൻ യുദ്ധത്തിനിറങ്ങുക. അടുത്ത മണിക്കൂറുകൾ നിർണായകമാണ്, വളരെ നിർണായകമാണ്. പിതാവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം പോലും പുത്രനിൽ നിന്നുണ്ടാകരുത്. ഇതെല്ലാം പീലാത്തോസിന്റെ മുന്നിലും ജനങ്ങളുടെ മുന്നിലും ഒരു തെറ്റു വരാതെ യേശു സൂക്ഷിച്ചു. നിങ്ങളിൽ ആർക്ക് എന്നെ പാപത്താൽ ബോധം വരുത്താം? ആർക്കും. കുറെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു, അതൊന്നും വില പോയില്ലേ? അപ്പോൾ പിതാവിന്റെ പ്ലാൻ അനുസരിച്ച് പുത്രനെയും പണിതു. അങ്ങനെയാണെങ്കിൽ ഉപവാസ പ്രാർത്ഥനയുടെ പ്രധാന ബിബ്ലിക്കൽ കൺസെപ്റ്റ് എന്ന് പറയും നമ്മളെ പണിയുക എന്നുള്ളതാണ്. 2, പാപത്തെ മാറ്റുക എന്നുള്ളത്. പാപം പോണം. ഇത് നമ്മളെ വരിഞ്ഞു മുറുക്കി പിശാച് തന്റെ വാലുകൊണ്ട് ഇത് പറഞ്ഞുകൊണ്ട് പറയട്ടെ. വെളിപ്പാട് 12:4 ഇത് നടന്നതാണെന്നും പറഞ്ഞു, നടക്കാൻ പോകുന്നതാണെന്നും പറഞ്ഞു. എന്തോ ആകട്ടെ, മഹാസർപ്പം തന്റെ വാലുകൊണ്ട് ആകാശ സൈന്യമായ ദൈവദൂതന്മാരെ 1/3 വാലുകൊണ്ട് ചുഴറ്റി ഒരൊറ്റയേറു. വാല് കാണിക്കുന്ന ദുരുപദേശമാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം. ആ ദുരുപദേശത്തിൽ കോടിക്കണക്കിന് ദൈവദൂതന്മാരും വീണുപോയി. അപ്പൊ ഈ പുള്ളി എന്തോ ഈ പറഞ്ഞു, ഞാൻ നിന്നെ മന്ത്രിയാക്കാം എന്ന് പറയുമല്ലോ, ഞാൻ നിനക്ക് ധനം തരാം, ഞാൻ നിനക്ക് ഇന്റീരിയർ ആക്കാം, ഞാൻ നിന്നെ മറ്റേതാക്കാം, മറിച്ചാക്കാം, സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ചീഫ് മിനിസ്റ്ററാവും. അങ്ങനെ എന്തൊക്കെ ഇല്യൂഷൻസ് പറഞ്ഞു കൊടുത്തു. അവർ സമ്മതിച്ചു, എഗ്രി ചെയ്തു. ഈ മൊണ്ണകളെല്ലാം കൂടെ അത് എഗ്രി ചെയ്തു. ദൈവത്തിന്റെ മുഖം കാണുന്ന ദൈവദൂതന്മാരാ. അവർക്ക് ഇത് പറ്റി, തകർന്നുപോയി. ഇന്നും പിശാച് തകർത്തുകൊണ്ടിരിക്കുക. ഒരിക്കലൊരു ദൈവദാസൻ പറഞ്ഞു, ഇന്നും ദൈവദൂതന്മാർ വീണുകൊണ്ടിരിക്കുക. ചിലയിടത്ത് അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് യൂദായുടെ പുസ്തകത്തിൽ മോശയുടെ ശരീരത്തെ പറ്റി ഒരു വാദം നടക്കുന്നുണ്ട്. മീഖായേൽ പറഞ്ഞു, ഈ പാഠം മീഖായേൽ പഠിച്ചു, ദൈവത്തിന്റെ പെർമിഷൻ ഇല്ലാതെ ഒരു യുദ്ധവും ഞാൻ ചെയ്യത്തില്ല. സാത്താനോട് പറഞ്ഞു, കർത്താവ് നിന്നെ പത്സിക്കട്ടെ. അവിടെ യുദ്ധം ചെയ്യാൻ മീഖായേലിന് പെർമിഷൻ ഇല്ല. കർത്താവിന് മഹത്വം കൊടുത്തു. ബിക്കോസ് ഈസ് ഓൾ മൈറ്റി. ദൈവം ഇത് ഹാൻഡിൽ ചെയ്തു. സ്തോത്രം. ദൈവമക്കളെ, അവിടെ പണി നടക്കുന്നു. പാത്രം എന്തു പറ്റി? പൊട്ടിപ്പോയി. മണ്ണിങ്ങോട്ട് പിടിച്ചു, കോശവൻ അങ്ങോട്ടും പിടിച്ചു, പാത്രം പൊട്ടിപ്പോയി.
പിന്നെ എൻ്റെ താഴെ എഴുതിയിരിക്കുന്നു, പിന്നെ കൊശവൻ അതിനെ റീഅറേഞ്ച് ചെയ്ത് മറ്റൊരു പാത്രമാക്കി പണിതെടുത്തു. മറ്റൊരു പാത്രം എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാം, ബി ഗ്രേഡ്, എ ഗ്രേഡ് നിൽക്കാൻ പറ്റുന്നില്ല. വേദനയാ പാസ്റ്റർ, എങ്ങനെ നിൽക്കും? എല്ലായിടവും വേദനയാ, പോകുന്നിടത്തെല്ലാം തൊഴിയാ കിട്ടുന്നത്. എൻ്റെ അടുത്ത് ഒരു മാസം ഒരാൾ, അച്ചായ്മീനെ എല്ലാവരും അങ്ങ് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പോവുക. അപ്പോൾ ഞാൻ പറഞ്ഞോളാം, സൂക്ഷിച്ചോളം പറയുന്നത്, സൂക്ഷിച്ചോണം. ആ പറഞ്ഞത് എനിക്കിട്ടല്ല, ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പോകും. ആ മുറിഞ്ഞ മുറിവിലോട്ടാണ് പോയി അടിക്കുന്നത്. ഇപ്പൊ എനിക്ക് ദുഃഖമുണ്ട് അത് പറഞ്ഞത്. ഒത്തിരി ദൂത് കേട്ട ആളാ. അച്ഛൻ എല്ലാവരും അങ്ങ് സ്വർഗരാജ്യത്തിലോട്ട് കൊണ്ടുപോകാൻ പോവുക. എൻ്റെ ദൈവമക്കളെ, ഇതെല്ലാം കേൾക്കണം. അപ്പനെയും അമ്മയും വിളിക്കും, അതും വിളിക്കും, ഇതും വിളിക്കും, എല്ലാം വിളിക്കും, എല്ലാം കിട്ടും. ഈ കുരിശിൻ്റെ കൂടുള്ളതാ. സഹിച്ച് ചിലരുടെ ഗതികെട്ടൊക്കെ പോയി സൂയിസൈഡ് ചെയ്യുന്ന ഇതുകൊണ്ടൊക്കെ. എത്ര ഉപദേശിമാർ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്, നിൽക്കാൻ പറ്റാഞ്ഞിട്ട്. രഹസ്യത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല. തട്ടിപ്പോയി, നിൽക്കാൻ പറ്റുന്നില്ല. അതൊന്നും നമ്മുടെ ലൈഫിൽ സംഭവിക്കില്ല. ആ ഏരിയ ഒക്കെ വളരെ കെയർഫുൾ ആയിരിക്കണം. അങ്ങനെ ഒരു തോട്ട് വന്നെങ്കിൽ പെട്ടെന്ന് പാസ്റ്ററെ വിവരം അറിയാം. സൂയിസൈഡിൻ്റെ ഒരു തോട്ട് നിങ്ങളുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ദൈവദാസനെ, ആദ്യം ദൈവത്തെ അറിയിക്കണം, ദൈവദാസനെ അറിയിക്കണം, അതിനുവേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, അതിനെ ജയിക്കണം. പിശാചിട്ട ആ തോട്ടിനെ നിങ്ങൾ ജയിക്കണം. ചിന്താ മണ്ഡലത്തിൽ ഈ ദുഷ്ടൻ ഒത്തിരി പരിപാടികൾ അവൻ ഒപ്പിക്കുന്നുണ്ട്. ഒത്തിരി, കുറച്ചു പേര് കൂടെ അവൻ, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സഭകളെ അവൻ ലക്ഷ്യം വെക്കുന്നത്. മറ്റ് സഭകളെ അവന് വിഷയമേ അല്ല, കാരണം അതെല്ലാം പുള്ളിയുടെ കൂടെ. പുള്ളിക്ക് ഭീഷണി ദൈവമക്കളാ, ദൈവസഭയെ അതിനെ നശിപ്പിക്കണം, കർത്താവിൻ്റെ മണവാട്ടിയെ നശിപ്പിക്കണം. അങ്ങനെ രണ്ടാമത് അതിനെ പണിതു. എന്ത് ചെയ്തു? കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായിരുന്നത്, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. സ്തോത്രം. ദൈവമക്കളെ, ഏറ്റവും നല്ലത് നഷ്ടപ്പെട്ടു. എന്തായാലും കൊള്ളാം. ചിലരെയൊക്കെ കണ്ട് ഒത്തിരി പേര് അനുഭവിക്കുന്നേ കണ്ടിട്ടുണ്ട്. എനിക്കോ പോകാൻ പറ്റിയില്ല. എൻ്റെ മക്കളെ ഞാൻ വിടുകയാണ്. എന്തുവാ? ദൈവിക വിഷയത്തിൽ നമ്മൾ ഒരിക്കലും അലസരായിത്തീരും. അതിന് ഒന്നാമത് മുന്നിൽ നിൽക്കണം. മറ്റ് വിഷയങ്ങളെല്ലാം പുറയിൽ വിടും. ദൈവിക വിഷയം എനിക്കൊന്നാം. ദൈവം ശ്രദ്ധിക്കുന്നു. 139 സങ്കീർത്തനം പറയുന്നു, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് എല്ലാം അറിയുന്നു. ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ്, ദൈവത്തിൻ്റെ സവിശേഷതകൾ എല്ലാം അറിയുന്നു, എല്ലാം കാണുന്നു, എല്ലാം. പിന്നെ എന്തൊക്കെ ഉണ്ടോ? ഞാൻ 8 പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് 8ഉം കർത്താവ്. എവ്രിതിങ് ഒറ്റ നോട്ടത്തിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സർവ്വ സ്വർഗങ്ങളും ദൈവത്തിന് കാണാം. നമ്മുടെ തലയിലുള്ള മുടികൾ എത്ര ഉണ്ടെന്ന് ദൈവത്തിനറിയാം. എത്ര പൂച്ച ലോകത്തുണ്ടെന്ന് ദൈവത്തിനറിയാം. എത്ര കാക്കയുണ്ടെന്ന് ദൈവത്തിനറിയാം. ഇല്ല മോളെ? മലയാളം മനസ്സിലാവും? എത്ര ആനയുണ്ടെന്ന് ദൈവത്തിനറിയാം. നമ്മുടെ അവസാന ദിവസം എന്താണെന്നും ദൈവത്തിനറിയാം. നമ്മുടെ അവസാന അത്താഴവും. അതുകൊണ്ട് കർത്താവേ, എൻ്റെ ജീവിതം പാഴായി പോകാതെ വണ്ണം മറിയ കർത്താവിൻ്റെ കാൽപാദത്തിൽ ഇരുന്ന് കരഞ്ഞതുപോലെ, സ്തോത്രം. മാർത്തയെ പോലല്ല, ലോത്തിൻ്റെ ഭാര്യയും പോലല്ല, മറിയ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന പോലെ. രൂത്ത് എടുത്ത തീരുമാനം, നിന്റെ ദൈവം. ഒയ്യോ, എനിക്കൊന്ന് അമേരിക്കയിലാന്ന് തോന്നുന്നു ഒരു വോട്ടെടുപ്പ് നടന്നു ഒരു ചർച്ചിൽ. Whom do you value as the greatest woman or the woman of the Bible? ഉടനെ ഭൂരിപക്ഷം പേരിട്ട് എഴുതിയത് രൂത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കി എന്തോ ഉള്ളേ? ഒരു മോവാബി സ്ത്രീ, യഹോവയെ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല.
ഈ പുള്ളിക്കാരത്തേക്ക് ഇവരുടെ കൂടെ വീട്ടിൽ വന്ന് കല്യാണം കഴിച്ച് ഭർത്താവും പോയി, അമ്മായപ്പനും പോയി, എല്ലാം പോയി. ഇനി ശേഷിക്കുന്ന മൊത്തം നിന്നയാ, അപമാനമാ. പോയി ജീവിച്ചോ. ഓർഫ പോയി കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട്. നവോമി പറഞ്ഞു നീയും പോയിക്കോളാൻ പറഞ്ഞു. പക്ഷെ രൂത്തിന് പോകാൻ തോന്നിയില്ല. എന്തോ ഒരു ദൈവകൃപ രൂത്തിന് കിട്ടിയെന്ന് ഞാൻ പറയത്തുള്ളൂ. അവിടെ കണ്ണ് ദൈവം തുറന്നു. ഓ ദൈവമക്കളെ, സ്പിരിച്വൽ ആസ്പെക്ട്സിൽ നമ്മുടെ കണ്ണ് തുറന്നു കിട്ടിയാൽ ആ മനുഷ്യൻ നേടി. പിന്നെ അത് കീപ്പ് ചെയ്ത് പോവുക. മറ്റ് വിഷയങ്ങളെക്കാൾ ആത്മീയ വിഷയത്തിൽ ചെറുപ്പത്തിലെ ഒന്ന് തുറന്നു കിട്ടിയാൽ നല്ലതാണ്. 50, 60, 70 ആയിട്ടുമല്ല, ചെറുപ്പത്തിലെ ഒന്ന് തുറന്നു കിട്ടിയാൽ അത് വളരെ അനുഗ്രഹം. ദൈവത്തിൻ്റെ പാതയിൽ ചെറുപ്പത്തിലെ ബന്ധപ്പെട്ട് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ പറ്റിയാൽ അത് വലിയ ഭാഗ്യമാണ്. അതിപ്പം മനസ്സിലാക്കത്തില്ല, ഓടിച്ചില്ല. കർത്താവ് പറഞ്ഞു, അന്ന് നീതിമാന്മാർ എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും, സൂര്യനെ പോലെ ജ്വലിക്കും. ഓക്കെ, ഇത്രയും വന്ന സ്ഥിതിക്ക് ഇതും കൂടെ പറയട്ടെ. എബ്രായർ 5 മിനിറ്റ് കൂടെ ഉള്ളൂ, ഞാൻ തീർത്തുക. എബ്രായർ 11:35 ഒരു ഹിഡൻ വേഴ്സാണ് ഇത്, അങ്ങനെ ആരും പറയാറില്ല, തൊടാറില്ല. എബ്രായർ 11:35, Hebrews 11:35. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. ഓക്കെ, 2 വിഷയം അവിടെ പറയുന്നു. മരിച്ചു പോയവരെ ആ കുടുംബക്കാർ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു. ചിലയിടത്ത് അത്ഭുതങ്ങൾ നടന്നു, മടക്കിക്കൊണ്ടുപോകുന്നു. കർത്താവും യായിറോസിന്റെ മോളെയും അവരെയും ഇവരെയൊക്കെ നമുക്കറിയാം. അടുത്തതാണ് വിഷയം. ഏറ്റവും നല്ലൊരു ഉയർപ്പ് ലഭിക്കേണ്ടതിന്, സാധാരണ ഉയർപ്പല്ല, ഏറ്റവും നല്ല ഉയർപ്പ് ലഭിക്കേണ്ടതിന് ഞാനൊരു സ്തേഫാനോസായി. ഭേദ്യം കൈക്കൊള്ള, എന്തോ കൈക്കൊള്ളാതെ മലയാള പദം, ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യം. ചില മലയാളത്തിൽ ചില എഴുത്തുകൾ അങ്ങോട്ട് ക്ലിയർ ആകത്തില്ല. ഭാഷയുടെ പ്രശ്നം. ഇത് 1-ാം നൂറ്റാണ്ട് എഴുതി, ഇന്ന് നമ്മൾ 21 നിൽക്കുന്നു. എഴുത്തിൻ്റെ ശൈലി, അതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കിയെടുക്കാൻ പാടില്ല. ദൈവഹിതത്തിനു വേണ്ടി ഒരു മനുഷ്യൻ സമ്പൂർണമായി വിട്ടുകൊടുത്തു. ഉദാഹരണമാണ് സ്തെഫാനോസ്. എന്താ കാര്യം? ഏറ്റവും നല്ലൊരു ഉയർപ്പ് ലഭിക്കണം. ഉയർത്ത മാത്രമല്ല, they went for the best of the best of the best. ഏറ്റവും അങ്ങനെ രക്തസാക്ഷികളുണ്ടാവും. അവർ മറ്റൊന്നും ചോദിക്കുന്നില്ല. ദൈവമഹത്വവും ദൈവ ഇഷ്ടവും ദൈവത്തിൻ്റെ വചനവും. കർത്താവേ, എനിക്ക് ഏറ്റവും നല്ലൊരു ഉയർപ്പ് എനിക്ക് വേണം. നിങ്ങൾ എത്ര പേര് അത് ആഗ്രഹിക്കും? കയ്യൊന്ന് പൊക്കോ. എനിക്ക് ഏറ്റവും നല്ലൊരു ഉയർപ്പ് വേണം. കുഞ്ഞുങ്ങളെ കയറി വരുവിനെന്ന് പറയുമ്പോൾ ചിലർ സൂര്യന്മാരെ പോലെ ജ്വലിച്ച് സ്പ്രിംഗ് അടിച്ച് ചാടും. കാരണം അവരുടെ ജീവിതം അങ്ങനായിരുന്നു. അവർ സഹിച്ചു, നഷ്ടപ്പെട്ടു. എന്തുവാ, യു നെയിം എനിത്തിങ്. ക്രിസ്തു നിമിത്തം അവർക്ക് അതെല്ലാം നഷ്ടമായി. ക്രിസ്തു നിമിത്തം, ക്രിസ്തു നിമിത്തം അവരെല്ലാ വേദനയും സഹിച്ചു, കൂടാതെ. അതാണ് വെളിപ്പാട് 2:10 പറഞ്ഞിരിക്കുന്നത്. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. എന്നാൽ കിരീടമില്ലാത്ത വിശുദ്ധന്മാരും സ്വർഗത്തിൽ ചെല്ലും. അവർക്കൊന്നുമില്ല, കഷ്ടിച്ച് രക്ഷപ്പെട്ടതേ. കഷ്ടിച്ച് 33 മാർക്ക് വാങ്ങിച്ചതിൽ. ചിലരാണെങ്കിൽ 100-ൽ 101 പിടിക്കുന്നവരുണ്ട്. പാസ്റ്ററെ, എനിക്ക് 100 പോരാ, 101 വേണം. പണ്ട് ഞാൻ പഠിച്ച സ്കൂളിലൊരു മുസ്ലിം പയ്യനുണ്ടായിരുന്നു. മാത്തമാറ്റിക്സിൽ സൂപ്പറായിരുന്നു. അവൻ പറയും, എനിക്ക് 100-ൽ 101 SSLC. അവൻ പക്ഷെ 99 കിട്ടിയുള്ളൂ. ആൻസർ കറക്റ്റിന് എഴുതി ആ വർക്ക്ഷീറ്റിൽ. എടുത്തെഴുതിയപ്പോൾ 85 എന്നുള്ളത് 84 ആയി. 1 മാർക്ക് പോയി. അതിന് ഭയങ്കര ദുഃഖമായിരുന്നു, ഭയങ്കര ദുഃഖം. ഞാൻ എന്തൊരു മണ്ടത്തരമായി ചെയ്തു. ഇതുപോലെ ഒത്തിരി വിശുദ്ധന്മാർ ചിന്തിക്കുന്ന ഒരു ദിവസം വരും. അയ്യോ, ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് സഹിച്ചിരുന്നെങ്കിൽ.
എനിക്ക് ആ കിരീടം എടുക്കായിരുന്നു. കിരീടം എടുക്കാൻ ഒരു 5 മിനിറ്റ് കൂടെ എടുത്തോട്ടെ. ലൂസിഫറിന്റെ ഗാലറിയിലേക്ക് നിങ്ങളെ വിളിച്ചാൽ അവൻ ഒത്തിരി ട്രോഫീസ് കാണിക്കും. നിങ്ങൾ പോയിട്ടുണ്ടോ ലൂസിഫറിന്റെ ഗാലറിയിൽ? ലൂസിഫർ അറിയാവോ ആരാന്ന്? പുള്ളിയുടെ ഒരു സിനിമ ഈ അടുത്തിറക്കി ഇറങ്ങി, എമ്പുരാൻ എന്നങ്ങോട്ടാ പറഞ്ഞു. എമ്പുരാൻ അറിയത്തില്ലേ? ആരും കണ്ടില്ലേ? ഇല്ലേ? എന്താ ഇതാരും കണ്ടില്ലേ ഇവിടെ? ഞാൻ അറിഞ്ഞ കേരളത്തിൽ ഒത്തിരി ബന്ധുക്കോസാർ ഇത് പോയി കണ്ടതാ. എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. എന്റെ പൊന്നെ, ലൂസിഫറിന്റെ ഗാലറി ചെന്നാൽ ലൂസിഫറെ ആ ട്രോഫി ഒത്തിരി നാളെ ഞാൻ അന്വേഷിച്ച് നടന്നതാണ്. എൻ്റെ കൈ കിട്ടി. അടുത്ത് വന്ന് പേര് നോക്കിയപ്പോഴാ ജൂദാസ് ഇസ്കറിയോത്ത്. യേശുവിൻ്റെ കൂടെ നടന്നനാ. എൻ്റെ കൈ കിട്ടി. പിന്നെ ഇപ്പുറത്തൊരു ഗ്യാപ്പ് കിടക്കുന്നു. ഞാനത് ഒത്തിരി കൊതിച്ചു, ഞാൻ പിടിച്ചു. ആ മൂമെന്റിൽ മീഖായേൽ ചാടിയ കയർ വെട്ടിക്കളഞ്ഞു. പത്രോസ് എത്ര പ്രാവശ്യം പിശാച് നമ്മളെ പിടിച്ചെന്നറിയോ? പക്ഷെ നമുക്കറിയത്തില്ല. സ്വർഗത്തിന്റെ ഓർഡറിൽ മീഖായേൽ പറന്നു. ദാനിയേൽ 12:1 പോണ്ട, ഞാൻ പറഞ്ഞു പോകാം. ആ കാലത്ത് മീഖായേൽ എഴുന്നേക്കും. ദൈവം മക്കളുടെ പ്രൊട്ടക്ഷന് വേണ്ടി അവൻ ഇറങ്ങും. ഗാലറികൾ ഓരോന്ന് നോക്കിയപ്പോൾ കാണാം ചിലത് മിസ്സിങ്. ഒരിക്കൽ ഒരു 50-60 വർഷം മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ ബോട്ട് റേസ് യാച്ച് കൊണ്ടു നടക്കുന്ന മനുഷ്യനായിരുന്നു തോമസ് ലിപ്റ്റൺ. നിങ്ങൾ ചായ കുടിക്കുമ്പോൾ ഓർത്തോണം, ലിപ്റ്റൺ തോമസ് ലിപ്റ്റൺ. അദ്ദേഹത്തിൻ്റെ ഗാലറിയിൽ തൻ്റെ സ്നേഹിതനെ കൊണ്ട് ഗാലറി എല്ലാം കാണിച്ചു. താൻ യാച്ച് റേസിംഗിൽ പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക്, ഇന്ത്യൻ ഓഷ്യൻ ഇതെല്ലാം ചാമ്പ്യനാ. ഒറ്റ പ്ലേസ് മാത്രം തനിക്ക് മിസ് ചെയ്തു. വേൾഡ് ചാമ്പ്യൻ ആ ട്രോഫി കാണിച്ചു. വേൾഡ് ചാമ്പ്യൻ, ഏഷ്യ പസഫിക് ഇതെല്ലാം കാണിച്ചു. കൂടെ ആൾ ചോദിച്ചു, പക്ഷെ ഇപ്പുറത്തെ ഒരു ഗാലറി ഇത് മിസ് ചെയ്തു. ഞാൻ പുള്ളി പറയുന്നു, ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒക്കെ അതെന്തുവാ? അമേരിക്കൻ കപ്പ് ഇതുവരെ എൻ്റെ ട്രോഫിയിൽ വന്നിട്ടില്ല. പക്ഷെ തനിക്ക് നേടാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞത് ഇതുപോലെ ആയിരിക്കും പല വിശുദ്ധന്മാർക്കും. ചില നേട്ടങ്ങളും ചില നഷ്ടങ്ങളും പ്രതിഫലം വിഭാഗിക്കുമ്പോൾ സംഭവിക്കും. അന്നേരം ചിന്തിക്കും ട്രോഫി കൈ കിട്ടും. ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ കാണും സ്നേഹം 3 മാർക്ക്, ഫൊർഗീവ്നെസ് ക്ഷമ 5 മാർക്ക്, യേശുവിന് വേണ്ടി കൊടുത്തു 6.5, എല്ലാം കൂടെ കൂട്ടിയിട്ടപ്പം 30. പരിശുദ്ധാത്മ പറഞ്ഞ 33 ഇരിക്കട്ടെ, കൊണ്ടുപോകും, നീ ജയിച്ചു. 30 ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ 33 മാർക്കായിരുന്നു. ഇപ്പം ഇവിടുത്തെ എനിക്കറിയത്തില്ല. 3 കൂടെ ഇട്ട് മോളെ ആ കുഞ്ഞ് ജയിച്ചു. ആ പുള്ളിക്ക് പിന്നെ ആശ്വസിക്കുക, എന്തുവാ, നരകത്തിൽ പോയില്ല. നിത്യജീവൻ മൊത്തം കർത്താവിൻ്റെ കൂടെ. പക്ഷെ ഇങ്ങനൊരു നഷ്ടബോധം അവിടെ വരാൻ സാധ്യതയുണ്ട്. ഞാൻ അന്ന് പറഞ്ഞ വാക്ക് ചെല്ലു പറയാറ്, അയ്യോ അത് പറയണ്ടായിരുന്നല്ലോ. 40 വർഷം മുമ്പ് പറഞ്ഞ ആ ഒരു വാക്ക് അന്ന് ചെയ്തത് ചെയ്യണ്ടായിരുന്നല്ലോ. സ്തോത്രാഴ്ച ഇടാൻ കൊണ്ടുപോയ പൈസ കൂരിമറിയടെ ചായക്കട കയറി ടോഫി വാങ്ങിച്ചു, സ്തോത്രാഴ്ച ഇട്ടില്ല. ഇതാര് കണ്ടു? ഇങ്ങനെ ദൈവിക വിഷയങ്ങളെ അറിവില്ലാത്ത സമയത്ത് തോന്നിയ പോലിട്ട് അടിച്ച് ചാകാൻ നേരം എന്തോ ഇച്ചിരി അറിവ് കിട്ടി, രക്ഷപ്പെട്ടു. തിരിഞ്ഞു നോക്കുമ്പോൾ ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ നോക്കും നഷ്ടക്കച്ചവടത്തിൻ്റെ കഥ ഒത്തിരി എണ്ണത്തിൽ വരും. എന്നാൽ മറ്റു ചിലർ സഹിച്ച് പൗലോസിന്റെ ഭാഷയെ പറഞ്ഞാൽ സഹിച്ചാൽ കൂടെ വാഴാം. സഹിപ്പാൻ കൃപ വാങ്ങിച്ചു. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഇനി കാഹളമൂതാൻ പോവുക, ഫൈനൽ ബെൽ അടിക്കാൻ പോവുകയാണ്. ഒത്തിരി വിശുദ്ധന്മാർ ലോകത്ത് ഇപ്പോൾ ദർശനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക. ദ റാപ്ചർ ഓഫ് ദ ചർച്ച് നടക്കാൻ പോകുന്നു. എല്ലാവരും ഒരുങ്ങാനുള്ള സന്ദേശം കൊടുത്തുകൊണ്ടിരിക്കുക. ഒത്തിരി പേര് കണ്ടു. ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലെന്ന് വിചാരിച്ച് അങ്ങോട്ട് സംഗതി ഇല്ലെന്നല്ല. ജപ്പാനിൽ പോയിട്ടില്ലെന്ന് വിചാരിച്ച് ജപ്പാനില്ലയോ? ജപ്പാനില്ല മോളെ. മോള് ജപ്പാനിൽ പോയിട്ടുണ്ടോ?
ഞാൻ പോയിട്ടില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ജപ്പാനുണ്ട് അല്ലേ പാസ്റ്ററെ? ബഹ്റൈനുണ്ട്. ബഹ്റൈനിൽ പോയിട്ട് ഇല്ല, പോയിട്ടുണ്ടോ? എന്താ എന്ന് വിചാരിച്ച് ജപ്പാൻ വേറെ ഇല്ലാതെ ബഹ്റൈനുണ്ട്. സ്തോത്രം. അപ്പോൾ ദൈവമക്കളെ, നമ്മുടെ കിരീടം നഷ്ടമാക്കാതെ ഏറ്റവും നല്ലൊരു ഉയർപ്പ് അത് പിടിച്ചോണം കേട്ടോ. ആ വാക്യം നിങ്ങൾ പിടിച്ചോണം, ചുമ്മാ ഉടപ്പിക്കളയരുത്. 33 മാർക്ക് 30 മാർക്കിന് വേണ്ടി പഠിക്കും ചിലത്. പണ്ട് ഞങ്ങളുടെ കാലത്ത് ചോദിക്കടാവും എന്നീ പാസ്സാവും. സർക്കാരിനറിയാതെ ഓൾ പാസ് കിട്ടിയാൽ പോവും, ഇല്ലെങ്കിൽ അവിടെ കിടക്കും. വേറെ ചിലരോട് ചോദിച്ചാൽ പറയും ഞങ്ങൾ ഹൈ ഫസ്റ്റ് ക്ലാസ്സിന് വെയിറ്റ് ചെയ്യും. വേറെ ചിലരോട് പറയും ചോദിച്ചാൽ പറയും ഞങ്ങൾ ഫസ്റ്റ് റാങ്ക്, നോട്ട് സെക്കൻഡ്, ഫസ്റ്റിന് വിളിക്കുക. കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, മാത്തമാറ്റിക്സ് എല്ലാവരും 100 100 100 100 അതുപോലെ കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. ഈ കൂട്ടത്തിൽ ഉറപ്പന്മാരും ഉണ്ട്, ഓൾ പാസ് കിട്ടിയാൽ പോകാനിരിക്കുന്നവരുണ്ട്. അങ്ങനെ സ്വർഗത്തിലോട്ടില്ല, ഓൾ പാസ് അവിടെ ഇല്ല. അതുകൊണ്ട് കർത്താവേ, ഏറ്റവും നല്ലൊരു ഉയർപ്പ് കിട്ടാൻ എന്നെ പണിയണം. പണിയുമ്പോൾ അത് പ്രാർത്ഥിക്കുമ്പോൾ സൂക്ഷിച്ചോണം. മറുവശത്ത് സ്വർഗം നിങ്ങളെ തീയിൽ ശോധന ചെയ്യുമ്പോൾ വെറുവെറുക്കരുത്. സഹിപ്പാൻ കൃപയും ദൈവസാന്നിധ്യം കൂടുതൽ ചോദിച്ചോണം. കാരണം ഞാനിത് ജെസിക്കും പാസ്റ്റർ ചേച്ചിക്കും കുറേയൊക്കെ അറിയാം, ഒത്തിരി അനുഭവിച്ചവനാണ് ഞാൻ നിങ്ങളോട് 4-ാമത്തെ വയസ്സ് എൻ്റെ അറിവായ കാലം തൊട്ട് ഞാൻ തല്ല് വാങ്ങിക്കുക. കുവൈറ്റിൽ വെച്ച് 18 കുറച്ച് പൂക്കൾ പറിച്ചതിന് എനിക്ക് കിട്ടിയ അടി 18 അടിയാണ്. എന്തോ ചെയ്യാനാ? തല്ലോട് തല്ല്, എവിടെ പോയാലും തല്ല്, തല്ലിത്തല്ലി ഈ പരുവായി. ദേഹമെല്ലാം വേദന എനിക്ക്. ഇതൊക്കെ ഓർക്കുമ്പോൾ വേദനയാണ്. 4-ാമത്തെ വയസ്സിൽ 18 അടി പൂ പറിച്ചതിന് കിട്ടിയെന്ന് പറഞ്ഞു. എൻ്റെ മമ്മി ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ പറഞ്ഞേനെ. മമ്മി പറയാടാ, നിന്നെ ശരിയാക്കാൻ അങ്ങനെ ചെയ്യേണ്ടി വന്നു, നീയൊന്നും കൈ നിൽക്കുന്നില്ല, എന്തോ ചെയ്യും എന്ന് ഓടൊടക്കുക, പന്തടിക്കുക, നശിപ്പിക്കുക, എന്തോ ചെയ്യും? അപ്പനും അമ്മയ്ക്കൊരു ഇതില്ലേ, എന്തുവാ പേഷ്യൻസ് ഇല്ലേ? നിങ്ങളെ ഒന്നും പിടിച്ചിട്ട് നിൽക്കുന്നില്ല. അന്നൊന്നും മൊബൈൽ ഇല്ല, എന്നിട്ട് പോലും സ്വർഗം കയറി പിടിച്ച് അവസാനം കൃപയാൽ ഈ നല്ല കൊശവനായ കർത്താവിൻ്റെ വയലിലെത്താൻ ദൈവം ഭാഗ്യം തന്നു. അതുകൊണ്ട് പിടിച്ചോണം. കർത്താവെ, എനിക്ക് ഏറ്റവും നല്ല ഉയർപ്പ് തരണം. ചുമ്മാ വെറുതെ അങ്ങോട്ട് പോവല്ല, ഏറ്റവും നല്ലൊരു ഉയർപ്പ്. അതിന് തക്കവണ്ണം ജീവിക്കുവാനും സംസാരിപ്പാനും പ്രവർത്തിപ്പാനും കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. ഗോഡ് ബ്ലസ് യു. വൈകിട്ട് കാണാം. താങ്ക് യു.